സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാദമഹം വന്ദേ സൽഗുരും തം നമാമി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സഹസ്രത്തിലെ ഇനി ചിന്തിക്കേണ്ടുന്നതായ ഭാഗം കുചേലോപാഖ്യാനമാണ്. ശ്രീമദ് ഭാഗവതം കലികാലത്തെ സ്വാധ്യായ ഗ്രന്ഥമാണ്. അനായാസേന ആത്മസാക്ഷാത്കാരത്തിന് ഏതൊരാളെയും അർഹനാക്കി തീർക്കാൻ പോകുന്നതായ പരമശാസ്ത്രമാണ് എന്നതിലേക്ക് സർവവേദാന്ത സാര സർവസ്വമായി പണ്ഡിത പ്രകാണ്ഡങ്ങൾ ശ്രീമദ് ഭാഗവതത്തെ പാടിപ്പുകഴ്ത്തുന്നു. കലികാലത്ത് അലസന്മാരായി ആത്മസാക്ഷാത്കാരത്തിന് ആഭിമുഖ്യം കാണിക്കാതെ കഴിയുന്ന ആൾക്കാരെ പോലും കൈപിടിച്ചുയർത്താനുള്ള പരമകാരുണ്യത്താൽ സംസാര സാഗര സംതപ്തയിത്തന്മാരായി കഴിയുന്നതായി ജീവന്മാരോടുള്ള അപാര വാത്സല്യം കൊണ്ട് വ്യാസഭഗവാൻ സർഗവിസർഗാദി ആശ്രയപര്യന്തമുള്ള ദശവിധ ലക്ഷണയുക്തമായ ശ്രീമദ് ഭാഗവതത്തെ നിർമ്മിച്ചു. അന്യകര പ്രാണന്മാരായി ബഹിർമുഖ ചേതസ്സുകളായി കഴിയുന്നതായി ജീവന്മാരാണ് ശ്രീമദ് ഭാഗവതത്തെ ഈ കലികാലത്ത് പഠിക്കാൻ ഒരുങ്ങുക എന്നുള്ളതുകൊണ്ട് യഥാകർമ്മ യഥാരുചി ഓരോരുത്തരും അവരവരുടെ കർമ്മത്തിനും രുചിക്കുമനുസരിച്ച് ശാസ്ത്ര താല്പര്യത്തെ വ്യാഖ്യാനിക്കാൻ ഇടയാവുമെന്ന് നേരത്തെ കൂട്ടി കണ്ടറിഞ്ഞ് ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണത്തെ പറഞ്ഞ് അങ്ങനെ നിർദ്ദേശിച്ചു. ഇതിനുവേണ്ടി അദ്വൈത വേദാന്തത്തിൽ അരക്കെട്ടുറപ്പിച്ചിരിക്കുന്നതായി തത്വസംഹിതയുടെ പൊരുളിൽ നിന്നും വ്യതിചലിച്ചു പോവാൻ ഒരിക്കലും ഇടയാവരുത് എന്ന് കരുതിയിട്ട് അങ്ങനെ സർഗവിസർഗാദി ആശ്രയപര്യന്തമുള്ളതായ ദശവിധ ലക്ഷണയുക്തമായ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ നിരോധം എന്നതായ ലക്ഷണത്തെ വിസ്തരിക്കുന്നതായ വേളയില് ശ്രീമദ് ഭാഗവത സപ്താഹത്തിലാണെങ്കിൽ 6ാമത്തെ ദിവസമാണ് ഈ കുചേല ചരിത്രത്തെ അങ്ങ് വർണ്ണിക്കുന്നത്. ചിത്തവൃത്തികളെ നിരോധിക്കാനുള്ളതായ മാർഗത്തെ, ഏതൊരാൾക്കും സ്വീകാര്യമായിരിക്കുന്നതായ മാർഗത്തെ വ്യാസഭഗവാൻ ദശമസ്കന്ധത്തിലൂടെ വ്യക്തമാക്കിയാണ്. നമ്മൾക്ക് കടുകട്ടിയായിരിക്കുന്നതായ വേദാന്ത തത്വങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ നന്നേ പ്രയാസമാണ്. രുചിക്കുന്നതും ദഹിക്കുന്നതുമായ ഭക്ഷണമാണ് ഏതൊരാൾക്കും സ്വീകാര്യമായി തീരുക. ഏതൊരാൾക്കും അനായാസനെ പ്രാപിക്കാൻ പറ്റുന്നതായ മാർഗം ഭഗവത് പ്രേമമാണ്. ആ പരിശുദ്ധമായ പ്രേമത്തിൻ്റെ തനതായ സ്വരൂപത്തെ വ്യക്തമാക്കുകയാണ് 90 അധ്യായങ്ങളിലൂടെ ദശമസ്കന്ധത്തിലൂടെ. അതിൽ ദശമസ്കന്ധത്തിൻ്റെ ഉത്തരാർദ്ധത്തില് പരമപ്രേമത്താൽ പരമഹംസാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നതായ പരമഭാഗവതന്മാരുടെ ചരിതങ്ങളാണ് ഏറെ കൂറും അങ്ങ് വർണ്ണിക്കുന്നത്.
അതും സപ്താഹയജ്ഞത്തിൻ്റെ 6ാമത്തെ ദിവസം പദാർത്ഥാഭാവനി എന്ന യോഗഭൂമിയെ വിസ്തരിക്കുന്നതായ വേളയിൽ ഈ കാണപ്പെടുന്നതായ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം തന്നെ മനോകൽപ്പിതമാണ്. ഇതൊന്നും ഒരു കാലത്ത് ഉള്ളതല്ല, ഉള്ളത് തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപമാണ് എന്ന് ബോധിച്ചിരിക്കുന്നതായ പരമഭാഗവതന്മാരുടെ ദിവ്യലീലകളെ അങ്ങ് വർണ്ണിക്കുന്നതായ വേളയിലാണ് ഈ കുചേലചരിതത്തെ അങ്ങ് വർണ്ണിക്കുന്നത്. ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രാദികളെല്ലാം അങ്ങ് കേട്ടതായി പരീക്ഷിത് മഹാരാജാവ് സൽഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഭഗവൻ യാനി യാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണി അനന്തവീരസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭോ. ഹേ ശ്രീശുബ്രഹ്മർഷേ, അനന്ത കല്യാണ ഗുണഗണാർണവനായിരിക്കുന്നതായ മഹാപ്രഭുവിന്റെ ദിവ്യലീലകളെ എന്തെല്ലാം ഇനി വർണ്ണിക്കാനെ കൊണ്ട് ബാക്കിയുണ്ടോ അതെല്ലാം അങ്ങ് വിസ്തരിച്ച് വർണ്ണിക്കണമേ. ഇത്രയും നേരം വർണ്ണിച്ചില്ലേ കേട്ടില്ലേ എന്നാണെങ്കിൽ ഏതൊരാൾക്കാണ് ആ മഹാപ്രഭുവിന്റെ ആനന്ദദായകമായ അമൃതലീലകളെ കേട്ട് മതി എന്നുള്ളതായ അവസ്ഥയുണ്ടാവുക? അവിടുത്തെ തിരുനാമം കീർത്തിച്ചും കഥകളെ കേട്ടും സച്ചിദാനന്ദ സ്വരൂപത്തെ ധ്യാനിച്ചും കഴിയുന്നതായ വേളയിലല്ലേ ഈ മനുഷ്യജന്മം സാർത്ഥകമായി തീരുന്നത്. പാരിനെ മുഴുവൻ പുളകം കൊള്ളിക്കാൻ പോകുന്നതായ ഭുവനമംഗളങ്ങളായ ലീലകൾ അവിടുന്ന് ഏതെല്ലാം ആടിയിട്ടുണ്ടോ, ഇനി ഏതെല്ലാം വർണ്ണിക്കാനെ കൊണ്ട് ബാക്കിയുണ്ടോ അതെല്ലാം വിസ്തരിച്ച് വർണ്ണിക്കണമേ. ആ മഹാപ്രഭുവിന്റെ ദിവ്യലീലകൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇതാ ഈ ഗംഗാതീരത്തില് വിശപ്പും ദാഹമെല്ലാം മറന്നുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ അങ്ങിരിക്കുന്നത്. അനുഗ്രഹിക്കണമേ എന്ന് പരീക്ഷിത് മഹാരാജാവും ആയിരക്കണക്കിന് ഭക്തന്മാരും അങ്ങ് പ്രാർത്ഥിച്ചതായ വേളയിൽ വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ ബ്രവീത്. ഭക്തവത്സലായ മഹാപ്രഭുവിന്റെ ഭക്തവാത്സല്യം തുള്ളിത്തുളുമ്പുന്നതായ ശ്രീധാമാചരിതത്തെ സ്മരിച്ചതായ വേളയിൽ ശ്രീശുബ്രഹ്മർഷി ആനന്ദ നിമഗ്നായി ആ ദിവ്യലീല അങ്ങ് അനുസ്മരിക്കുകയാണ്. ഹേ പരീക്ഷിത്തെ പറഞ്ഞുതരാം, കേട്ടുകൊള്ളൂ. കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. സർവൈശ്വര്യ പരിപൂർണനായി ദ്വാരകാധീശനായി മഹാപ്രഭു വിരാജിച്ചരുളുന്നതായ വേളയിൽ അവിടത്തേക്ക് സഖാവായിട്ടൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഒരു ബ്രാഹ്മണന് സഖാവായിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഭഗവാൻ സഖാവായി സ്വീകരിച്ചതായ ഒരു ബ്രാഹ്മണൻ. ഭക്തനാണെന്ന് നാം പറഞ്ഞാൽ പോരാ, പിന്നെയോ ഭഗവാൻ അത് അംഗീകരിക്കണം. ഭഗവാൻ സ്വന്തം ആളായി സ്വീകരിച്ചതായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു എന്ന്. ഭഗവാൻ സ്വന്തം ആളായി സ്വീകരിക്കണമെങ്കിൽ അത് സാധാരണ ഒരാളായിരിക്കുമോ? എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത മഹത്വം എന്നാണെങ്കിൽ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയാർത്ഥങ്ങളിലെല്ലാം വിരക്തനായി, അതുപോലെ തന്നെ അലൊഴിഞ്ഞ ആഴി പോലെ ശാന്തചിത്തനായി ബ്രഹ്മനിഷ്ഠനായി കഴിയുന്നതായ ഒരു മഹാത്മാവായിരുന്നു ആ ബ്രാഹ്മണൻ. ഓഹോ, അലൊഴിഞ്ഞ ആഴി പോലെ ശാന്തചിത്തനായി കഴിയുന്നതായ ഒരാളോ? അദ്ദേഹം വല്ല പരമഹംസനോ യോഗിയോ അങ്ങനെ വല്ല സിദ്ധനോ വല്ലതോ ആണോ? സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം സുനാമി തിരമാല അടിക്കുന്ന പോലെ മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ട് 100,000 പ്രശ്നങ്ങളുമായി നീറി കഴിയുക എന്നുള്ളതല്ലേ സാധാരണ ഒരവസ്ഥ. അദ്ദേഹം ആരാ? വല്ല യോഗിയോ സിദ്ധനോ എന്നാണെങ്കിൽ വർത്തമാനോ ഗൃഹാശ്രമീ. അദ്ദേഹം യോഗിയോ സിദ്ധനോ ഒന്നുമല്ല, സാധാരണ ഒരു ഗൃഹസ്ഥാശ്രമി ആയിരുന്നു. ഓഹോ, സാധാരണ ഒരു ഗൃഹസ്ഥനായിട്ട് ഇങ്ങനെയൊക്കെ കഴിയാൻ സാധിക്കുമോ? സാധാരണ ഗൃഹസ്ഥന്മാരുടേതായ അനുഭവം എന്ന് വെച്ചാൽ എന്താ? അതിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതായ ഒരു കാര്യമാണല്ലോ. ഈ പാലക്കാടൻ ഭാഗത്തൊന്നുമില്ല, നമ്മുടെ മലയാള സമ്പ്രദായത്തിൽ തന്നെ ഈ കല്യാണത്തിന് നാദസ്വരമൊക്കെ കൂട്ടും. വളരെ ആഘോഷമായിട്ട് ആർഭാടമായിട്ട് അങ്ങ് ആഘോഷിക്കും. പുരുഷൻ സ്ത്രീയുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്ന സമയത്ത് ഒരു ഗട്ടിമേളം എന്ന് പറയും, അല്ലേ? ഈ തമിഴ് സമ്പ്രദായത്തിലേക്ക് കൊട്ടും. എന്തിനാത്ര ഈ ഗട്ടിമേളം കൊട്ടുന്നത്? ഈ പുരുഷൻ സ്ത്രീയുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്നതായ സമയത്ത് ആ തകില് കൊട്ടുന്നതായ ആള് ഗട്ടിമേളത്തിൽ പറയാണ് പെട്ടു 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 എന്ന്. അവന്റെ കാര്യം പെട്ട തന്നെ, ഇനി രക്ഷയില്ല എന്ന്. അതാണ് സാധാരണ ഒരു ഗൃഹസ്ഥൻ്റെതായ അവസ്ഥ എന്ന് പറയുന്നത്. 100,000 പ്രശ്നങ്ങളുമായിട്ട് എന്നും പരാതിയും പരിഭവമായി കണ്ണീര് കുടിച്ച് കഴിയുന്നതായ ആൾക്കാരെയല്ലേ കൂടുതലും അങ്ങ് കാണാനേ കൊണ്ട് സാധിക്കുന്നത്. എന്നിരിക്കെ എങ്ങനെ ഇദ്ദേഹം പ്രശാന്താത്മായി കഴിയുന്നു എന്നാണെങ്കിൽ യദൃച്ഛയോപപന്നേന, സാധാരണ ഒരു ഗൃഹസ്ഥനായിരുന്നില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാൻ സാധിക്കുന്നതായ യദൃച്ഛാലാപദുഷ്ടനായിരിക്കുന്ന ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം.
ഓഹോ അദ്ദേഹം അങ്ങനെയായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി അങ്ങനെയാണോ? ഈ ഗൃഹസ്ഥാശ്രമം സുഖമായി തീരണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് സമാന ചിന്താഗതികളോടുള്ള ആൾക്കാരായിരിക്കണം. ഒരു കാളവണ്ടി ഓടുന്ന പോലെയാണ് ഈ ഗൃഹസ്ഥ ജീവിതം എന്ന് പറയും. കാളവണ്ടിയിൽ 2 കാളകൾ പൊട്ടിയിട്ടുണ്ടാവും. ആ 2 കാളകളും ഒരേ ലക്ഷ്യത്തിലോട്ട് വലിച്ചാൽ മാത്രമേ വണ്ടി സുഖമായിട്ട് പോവുള്ളൂ. ഭാര്യയും ഭർത്താവും സമാന ചിന്താഗതിയായിരുന്നാൽ മാത്രമേ ഗൃഹസ്ഥാശ്രമത്തിൽ സുഖമായി അങ്ങ് കഴിയാനും കൊണ്ട് സാധിക്കൂ. പത്നിയും മനോരമാം ദേഹി മനോവൃത്യാനുസാരിണിയും എന്നെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ താല്പര്യവും സമാന സംസ്കാരമുള്ള ആൾക്കാരായാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി എന്നാണെങ്കിൽ തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാച തഥാവിധ. അദ്ദേഹം എങ്ങനെയാണോ എപ്പോഴും ബ്രഹ്മനിഷ്ഠനായി ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നത്, അതുപോലെ തന്നെയുള്ളതായ സമാന ചിന്താഗതിയോടുകൂടിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും. ദാരിദ്ര്യത്തിന് നെല്ലിപ്പടി കണ്ട് എല്ലും കോലുമായി കഴിയുന്നതായ ആ ധർമ്മപത്നിയെ വിശപ്പ് കൊണ്ട് മെലിഞ്ഞവൾ എന്ന നിലയ്ക്ക് അയൽവാസികളെല്ലാം ക്ഷുക്ഷാമ എന്നാണ് അങ്ങ് വിളിച്ചിരുന്നത്. ആ ക്ഷുക്ഷാമ ഭർത്തൃ കൈങ്കര്യത്തിൽ ചെയ്ത് കഴിയുന്നതായ വേളയിൽ ഒരു നാൾ ദാരിദ്ര്യം കൊണ്ട് പൊരുതുമുട്ടി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുവറ്റ അന്നം കൊടുക്കാൻ വഴിയില്ലാതെ ക്ലേശിക്കുന്നതായ അവസ്ഥയിൽ പതിമ്രാഹ മ്ലായതാവതനേന സാം, വാടിയ വദനത്തോടുകൂടി വിറയ്ക്കുന്ന ശരീരത്തോടുകൂടി വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടി ഭർത്തൃ പാദങ്ങളിൽ ചെന്ന് നമസ്കരിച്ചുകൊണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതിഹി. അവിടുന്ന് കൂടെ എന്നോട് പറയാറുണ്ടല്ലോ, ദ്വാരകാധീശനായ ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുത്തെ പരമസഖാവാണ് എന്ന്. എന്നെ വേളി കഴിച്ചു കൊണ്ടുവന്ന നാൾ മുതൽ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളല്ലാതെ വേറൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. രാവും പകലും ആ മഹാപ്രഭുവിന്റെ ദിവ്യങ്ങളായ കാരുണ്യ ലീലകളെ അനുസ്മരിക്കുന്നതിലല്ലേ അവിടത്തേക്ക് ആനന്ദമുള്ളത്. ആ സർവേശ്വരനായ മഹാപ്രഭു, അണ്ടകടാഹങ്ങൾക്ക് അധിപനായ മഹാപ്രഭു അവിടുത്തെ പരമസഖാവായി കഴിയുന്നുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ചെന്ന് ഒന്ന് ദർശിച്ചൂടെ? എന്തിനാ അവിടുത്തെ ചെന്ന് ദർശിക്കുന്നത് എന്നാണെങ്കിൽ, ബ്രഹ്മണ്യച്ച ശരണ്യച്ച ഭഗവാൻ സാത്വദർശഭ. നമ്മെ പോലെയുള്ളതായ പാവങ്ങൾക്ക് അവിടുന്നല്ലാതെ ആരുണ്ടൊരു ഗതി? ഉള്ളവനെല്ലാവരും ഉണ്ടാവും, സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവും, ഇല്ലാത്തവന് ആരും ഉണ്ടാവില്ല. നമ്മെ പോലെ ദാരിദ്ര്യത്തിൽ നെല്ലിപ്പടി കണ്ട് കഴിയുന്നതായ ആശ്രിതന്മാർക്ക് അവിടുന്ന് മാത്രമാണ് എന്നും ആശ്രയമായിരിക്കുന്നത്. ഒന്ന് ഇന്ന് ദർശിച്ചുകൂടെ? ദർശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അനുഗ്രഹിക്കുമോ, നമ്മളുടെ ദുഃഖം തീർക്കുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മണ്യച്ച ശരണ്യച്ച, അവിടുന്ന് ആരാണ്? ശരണാഗത വത്സലനാണ്. ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ അവിടുത്തെ തിരുമുമ്പിലെത്തി ഒന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ, നീ കുഴങ്ങില്ല കേട്ടോ, ഞാനുണ്ട് കേട്ടോ എന്നരളി അനുഗ്രഹിക്കുന്നതായ പരമദയാലുവായ പ്രഭുവാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷ വരുത്താത്തതായ ഒരു കരുണാമൂർത്തി അവിടുന്നല്ലാതെ വേറൊരാളില്ല. ദാസരി ദ്രവിണം ഭൂരി സീതദയത്തെ കുടുംബിനെ അവിടെ ചെന്നൊന്ന് ദർശിച്ചു കഴിഞ്ഞാൽ കണ്ട ഉടനെ കാര്യം കണ്ടറിഞ്ഞ് നമ്മളെ കാരുണ്യം പൊഴിക്കുന്നതായ ഒരു കരുണാമൂർത്തി അവിടുന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ മനുഷ്യന്മാരെല്ലാം പറഞ്ഞാൽ പോലും സഹായിക്കില്ല, ചെയ്യില്ല. പക്ഷെ കണ്ട ഉടനെ കാരുണ്യം കരടിൽ കരവിഞ്ഞൊഴുകുന്നതായ ഒരു ശ്രീമൂർത്തി അവിടുന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് എന്ന് ദർശിച്ചുകൂടെ? അവിടുത്തെ ചെന്നു ദർശിച്ചു, അവിടുന്ന് തന്നില്ലെങ്കിലോ എന്നാണെങ്കിൽ സംശയിക്കേണ്ടതില്ല. സ്മരത പാതകമലം ആത്മാനമപി യച്ഛതി. 100,000 നാഴിക ദൂരത്തിരുന്ന് എൻ്റെ കൃഷ്ണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി എഴുന്നള്ളി അനുഗ്രഹിക്കുന്നതായ പരമതയാലുമാണ് അവിടുന്ന്. ഇന്നേ വരെ ഒരാളെ അവിടുന്ന് കൈവണിഞ്ഞിട്ടില്ല. അത്രയും ആശ്രിത രക്ഷകനായിരിക്കുന്നതായ മഹാപ്രഭു അല്ലേ അവിടുന്ന്. ഒന്ന് എന്ന് ദർശിക്കണേ, ഒന്ന് എന്ന് ആ മഹാപ്രഭുവിനെ ദർശിക്കണേ എന്ന് ബഹുശ പ്രാർത്ഥിതോ മൃദു. വീണ്ടും വീണ്ടും വളരെ മൃദുലമായ ഭാവത്തിലും ഭാഷയിലും ആ ധർമ്മപത്നി പ്രാർത്ഥിച്ചതായ വേളയിൽ ശ്രീധാമാവന്റെ ശരീരത്തിൽ മുഴുവൻ കുളിരു കോരിയിട്ടു. ഹാ, എന്താ എന്റെ ധർമ്മപത്നി പറയുന്നത്? ദ്വാരകാധീശനായ മഹാപ്രഭുവിനെ ഒന്ന് ദർശിച്ചുകൂടെ എന്നോ? ഗുരുകുലവാസം കഴിഞ്ഞ് പിരിയുന്നതായ വേളയിൽ കൂടെ പഠിക്കുന്നതായ കൂട്ടുകാരെയെല്ലാം കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ പരസ്പരം ആലിംഗനം ചെയ്യുന്നു, യാത്ര പറയുന്നു, പിന്നെ കാണാട്ടോ വരണട്ടോ ഒരിക്കലും മറക്കരുത് എന്നെല്ലാം പറഞ്ഞ് പരസ്പരം ആ സ്നേഹപ്രകടനങ്ങളെല്ലാം അങ്ങ് നടത്തുന്നു. ആ സമയത്ത് ഈ ഉള്ളവരോട് മാത്രം ആരും ഒരു വാക്ക് ഉരിയാടാനുണ്ടായില്ല. സ്വീകരിക്കാനോ സൽക്കരിക്കാനോ ആൾക്കാരുണ്ടായില്ല. ആരോരുമില്ലാതെ അനാഥയായി ഒരു മൊക്കിലങ്ങ് നിൽക്കുന്നതായ സമയത്ത് ലക്ഷ്മി വല്ലവരായ മഹാപ്രഭു ഉള്ളവന്റെ സമീപത്തിലോട്ടങ്ങ് എഴുന്നള്ളി ഇരുകരങ്ങളാലും അങ്ങ് ആലിംഗനം ചെയ്തങ്ങ് അരുളി ചെയ്തു, ശ്രീരാമാവേ മറക്കരുത് കേട്ടോ, കൂടെ വരണം കേട്ടോ, ഒരിക്കലും ഞാൻ മറക്കില്ല, ശ്രീരാമാവ് വരണം കേട്ടോ എന്ന് പലപ്പോഴും അവിടുന്ന് അരുളി ചെയ്തു. പക്ഷെ പ്രാരബ്ധത്തിന്റെ പടുകുഴിയിൽപ്പെട്ടതായി ഉള്ളവരെ അവിടുത്തെ ചെന്ന് ദർശിക്കാൻ ഇങ്ങോട്ട് സാധിച്ചില്ല, ചെന്നില്ല. ഇതാ ഇന്നിപ്പോൾ എൻ്റെ ധർമ്മപത്നി പറയാണ്,
അവിടുത്തെ ചെന്നൊന്ന് ദർശിച്ചുകൂടെ എന്ന്. അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഇതിൽ ഒരു മഹാഭാഗ്യം, പരമലാഭം വേറെ എന്തൊന്നുണ്ട്? പരമസന്തുഷ്ടരായി ശരീരത്തിന് മുഴുവൻ കുളിര് കോരിയിട്ടു ആനന്ദലിമഗ്നായി തന്റെ ധർമ്മത്തിയോടങ്ങ് അറിയിക്കുകയാണ്, ദേവി ഇപ്പോൾ തന്നെ പുറപ്പെടുകയായി. എന്നാകിലോ ജ്ഞാനത കണ്ടുപോരാം, തന്നാകിലോ ജ്ഞാനത കൊണ്ടുപോരാം. ഞാൻ ചെന്ന് ദർശിക്കാം, മഹാപ്രഭുവിനെ ദർശിച്ച് അവിടുന്ന് വല്ലതും തന്നാൽ നിനക്ക് കൊണ്ടുവന്നുതരാം. പക്ഷെ ഞാനായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. അതങ്ങനെയാ, കരയുന്ന കുട്ടിക്കല്ലേ പാലുള്ളൂ, ചോദിച്ചാലല്ലേ അങ്ങ് കിട്ടുകയുള്ളൂ, അവിടുന്ന് തരികയുള്ളൂ, ചോദിക്കാതെ എങ്ങനെ കിട്ടുമെന്നാണെങ്കിൽ, ദേവി ഞാനൊരിക്കലും ഈ പണത്തിന് വേണ്ടിയിട്ടല്ല, കാര്യം നേടാൻ വേണ്ടി കാല് പിടിക്കുന്ന കൂട്ടത്തിലല്ല ഈളവൻ അവിടത്തെ ആശ്രയിക്കുന്നത്. ഈളവൻ ദ്വാരയിലേക്ക് പോകുന്നതിന് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, നന്ദാത്മജന്തന്റെ മുഖാരവിന്ദം മന്ദസ്മിരാദ്രംബത കണ്ടുപോരാം. നന്ദനന്ദനായ മഹാപ്രഭുവിന്റെ തിരുമുഖ കമലം ഒന്ന് ദർശിക്കാമല്ലോ, ഒന്ന് കാണാമല്ലോ, അത് മാത്രം മതി. ഈ ക്ഷീണിച്ച ദേഹമോ ഇരട്ടടിയുന്ന മുന്നേ കണ്ണനെ ഒരു നോക്ക് കാണാൻ സാധിക്കുമോ? കണ്ണനെ കാണാതെ കണ്ണടയ്ക്കേണ്ടി വരുമോ എന്ന് കണ്ണീർ വാർത്തുകൊണ്ട് കഴിയുന്നതായി ഉള്ളവനെ ഇതാ അവിടുന്ന് ഒരു കാരുണ്യം പൊഴിച്ചിരിക്കുകയാണ്. അവിടുത്തെ ദർശിക്കാനേ കൊണ്ട്, ദേവി ഞാൻ പോയി ദർശിച്ചു വരാൻ. ദേവി മഹാപ്രഭുവിനെ ദർശിക്കാൻ പോകുന്നതായ സമയത്ത് എന്തെങ്കിലും ഒരു ഉപായനം, അപ്യസ്തുപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണിരീയരാം, എന്തെങ്കിലും ഒരു ഉപായനം ഉണ്ടോ? രാജാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത്, അമ്മേച്ചന്മാരെ കാണാൻ പോകുന്ന സമയത്ത്, ഗുരുജനങ്ങളെ കാണാൻ പോകുന്ന സമയത്ത് ഒന്നും വെറും കൈയോടെ പോകരുത് എന്നുള്ളതല്ലേ നിയമം. എന്തെങ്കിലും ഒരു ഉപായനം ഉണ്ടോ? നമ്മുടെ ഉടയതമ്പുരാനല്ലേ അച്ഛനായിട്ടും അമ്മയായിട്ടും ഗുരുവായിട്ടും സർവേശ്വരനായി വർത്തിക്കുന്നതായി നമ്മുടെ കുലദൈവമല്ലേ മഹാപ്രഭു. എന്താ ഉപായനമുള്ളത് ദേവി? എന്തെങ്കിലും ഉപായനം ഉണ്ടോ എന്ന് ചോദിച്ചതായ വേളയിൽ ഇന്നേ വരെ ഇല്ല എന്നുള്ളതായ രണ്ടക്ഷരത്തെ ഉരിയാടാത്തതായ കല്യാണിയായ കല്യമായ വാണിയോടുകൂടി ഇരിക്കുന്നതായ ആ ധർമ്മപത്നി വേഗം തന്റെ ഭവനത്തിൽ നിന്നും പുറത്തോട്ടങ്ങിറങ്ങി. ധനുമാസത്തിലെ 30 ചൊവ്വാഴ്ച ദിവസം രാത്രിയാണ് ഈ സംവാദം നടക്കുന്നത് എന്ന് പറയും. അടുത്ത തന്റെ ഗ്രാമത്തിൽ ചെന്ന് അയൽവാസികളോടങ്ങ് ഉറക്കെ കരഞ്ഞ് നിലവിളിക്കുകയാണ്, മഹാജനങ്ങളെ, എന്റെ ഭർത്താവ് നാളെ ദ്വാരകാധീശനായ മഹാപ്രഭുരെ ഉള്ളവരെ ഉടയ തമ്പുരാനെ ദർശിക്കാനെ കൊണ്ട് പോവുകയാണ്. എന്തെങ്കിലും ഒരു കാഴ്ചദ്രവ്യം അർപ്പിക്കണം. അടിയങ്ങളുടെ കയ്യിലൊന്നുമില്ല. ആ ശ്രീകൃഷ്ണ ഭഗവാന് കാഴ്ചദ്രവ്യം അർപ്പിക്കാനായിക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് തരണേ. ശ്രീകൃഷ്ണ ഭഗവാന് കാഴ്ചദ്രവ്യം അർപ്പിക്കാനായിക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് തരണേ. ആ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി ഭിക്ഷ എടുക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് തരണേ എന്ന് കരഞ്ഞ് നിലവിളിച്ചതായ സമയത്ത് അവന്തി ഗ്രാമത്തിലെ സാക്ഷാൽ മഹാദേവനങ്ങ് പ്രത്യക്ഷത്തിൽ എഴുന്നള്ളിയതാണോ എന്ന് തോന്നുമാറാ ശിവക്ഷേത്രം സമീപത്തിലുള്ളതായ ഒരു മഹാജനം വന്ന് 4 പിടി അവിലരി അങ്ങ് ഭിക്ഷയേട്ടം കൊടുക്കുക. ഈ യാചിച്ചു കിട്ടിയതായ ഭിക്ഷയും കൊണ്ടൊക്കെ പോന്നു. എങ്ങനെ കൊടുത്താക്കാൻ തക്കതായ യാതൊരു സാധന സാമഗ്രികളും സൗകര്യങ്ങളും തന്റെ ഭവനത്തിലില്ല. ചേലകണ്ഠേന താൻ ഭദ്വാം, തന്റെ ഉത്തരേമകട്ട് ചീന്തി ആ കീറത്തുണിയിലേക്ക് കെട്ടി ഭർത്രേ പ്രാതാൽ ഉപായനം, ഭഗവത് കരങ്ങളിൽ അർപ്പിക്കുന്ന പോലെ ഭർത്തൃകരങ്ങളിൽ അങ്ങ് അർപ്പിക്കുകയാണ്. പ്രഭോ വേറൊന്നും അർപ്പിക്കാനില്ല, ഭിക്ഷ എടുത്തു കിട്ടിയതായ 4 പിടി അവലരിയാണ് ലക്ഷ്മി വല്ലഭനായ മഹാപ്രഭുവിന് തിരുമുൾക്കാഴ്ചയായിട്ട് അടിയങ്ങൾ അർപ്പിക്കുന്നത്. ഇതുകൊണ്ട് അവിടുന്ന് സന്തോഷിക്കണമേ പ്രഭു, അവിടുന്ന് സന്തോഷിക്കണമേ എന്ന് പ്രഭു എന്ന് പ്രാർത്ഥിച്ച് 2 തുള്ളി കണ്ണീര് വാർത്തതായ പ്രേമബാഷ്പം പൊഴിച്ചതായ ആ അവിൽക്കിഴി ഭർത്തൃകരങ്ങളിൽ അങ്ങ് അർപ്പിക്കുകയാണ്. ശ്രീരാമാവാട്ടെ ആ അവിൽക്കിഴി എടുത്ത് ദ്വാരക ലക്ഷ്യമാക്കി പുറപ്പെട്ടു. സദാനാദായ വിപ്രാഗ്യ പ്രയോ ദ്വാരകാംഗില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാൽ ഇത് ചിന്തയൻ. വഴിനീളെ മനസ്സ് മുഴുവൻ ആ ഭഗവത് ദർശനാനന്ദത്തിലങ്ങ് മതിമറന്നു. ഗുരുകുലത്തിൽ നിന്ന് പിരിയുന്നതായ വേളയിൽ അവിടുന്ന് പ്രത്യേകം അരുളി ചെയ്തു, വീണ്ടും വീണ്ടും വരണം, കാണണം കേട്ടോ എന്ന്. ഇളവൻ ദർശിക്കാനെ കൊണ്ട് ചെന്നില്ല. ഇന്ന് അവിടുന്ന് ആരാ? 7 ഉലകുവാഴിയായി 7-ാം മാളിക മുകളിൽ വർത്തിക്കുന്നതായ മഹാപ്രഭുവാണ്. ദ്വാരകാധീശനായി രാജാതിരാജനായി ദേവാദിദേവനായി വർത്തിക്കുന്ന ആളാണ്. ഈ ഇളവൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദർശിക്കാനെ കൊണ്ട് സാധിക്കുമോ? എല്ലും കോലുമായി ഭിക്ഷക്കാരൻ കണക്കെ കഴിയുന്നതായി ഇളവൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ രാജഭടന്മാരെ അകത്ത് കടത്തിവിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ മഹാപ്രഭുരെ എങ്ങനെ ദർശിക്കും? ഇനി ആ മണിമന്ദിരത്തിനകത്ത് അവിടുന്ന് വിരാജിക്കുന്നതായ മണിമന്ദിരത്തിനകത്ത് ഇളവരെ കടത്തിവിട്ടില്ലെങ്കിൽ ആ മണിമന്ദിരത്തിന് പുറത്ത്, ഗോപുരത്തിന് പുറത്ത് ഉള്ളവരൊക്കെ നമസ്കരിക്കും. എന്റെ തമ്പുരാൻ വസിക്കുന്നതായ മണിമന്ദിരമാണ്, അങ്ങോട്ട് ദർശിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങോട്ട് ദർശിക്കണേ കണ്ണാ, ഇങ്ങോട്ട് കാണണേ എന്ന് പറഞ്ഞാൽ ആ ഗോപുരത്തിന് പുറത്തൊക്കെ നമസ്കരിക്കും. അങ്ങോട്ട് കണ്ടില്ലെങ്കിലും ഇങ്ങോട്ട് കാണുന്നതായ കരുണാമൂർത്തിയാണ് എന്റെ കണ്ണൻ. ഏതെങ്കിലും ഓരോ പ്രകാരത്തിൽ അവിടുന്ന് ദർശനം തരാതെ അയക്കില്ല എന്നെല്ലാം ഓർത്ത് സമാധാനിച്ച്
ദ്വാരകാപുരിയിലങ്ങ് എത്തിച്ചേർന്നു. ആ ദ്വാരയിലേക്ക് എത്തിയ സമയത്ത് അമ്പരചുംബികളായ മണിമന്ദിരങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ലക്ഷ്മി ഭവനങ്ങളെ അങ്ങ് ദർശിക്കുകയാണ്. ഇതിലേതിലാണ് മഹാപ്രഭു വിരാജിക്കുന്നത്? ആരോട് ചോദിക്കേണ്ടു? പറഞ്ഞാൽ ഒരാളില്ല. ശ്രീധാമാവട്ടെ ആദ്യം കാണുന്നത് ആ ഗൃഹത്തിലോട്ടും കാലെടുത്ത് വെച്ചു. വിവേശൈകതമം ശ്രീമൽ ബ്രഹ്മാനന്ദം ഗതോ യഥാ. ആ മണിമന്ദിരത്തിനകത്ത് കാലെടുത്തങ്ങ് വെച്ചതായ വേളയിൽ ശരീരത്തിൽ മുഴുവൻ കുളിര് കോരിയിട്ടു. ബ്രഹ്മാനന്ദാനുഭൂതി, വേദാന്ത ദർശനങ്ങളെല്ലാം അരുളുന്നതായ ആനന്ദാനുഭൂതി അനുഭവത്തിലങ്ങ് വരികയാണ്. എന്തെന്നില്ലാത്ത ആനന്ദ കല്ലോലങ്ങളിലങ്ങ് ആറാടി. അന്നേരം മഹാപ്രഭു ആവട്ടെ തം വിലോക്യാച്യുതോ ദൂരാൽ. ഏഴാം മാളിക മുകളിൽ നിന്നും മഹാപ്രഭു താഴത്തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു. കൂടെ പുറത്തോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വന്നോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട്. അന്നേരം രുക്മിണി ദേവി ഭഗവാനെ സൽക്കരിച്ചുകൊണ്ട് സമീപത്തിലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാ സാധാരണയുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വിശേഷാൽ ആടയാഭരണാദികളെല്ലാം അവിടുത്തെ ശ്രീമൂർത്തിയിലേക്ക് അണിഞ്ഞിട്ടുണ്ട്. പീതാംബരധാരിയായി ധ്വജല്യമാനായി പുഞ്ചിരി പൂനില ഉതിർത്തുകൊണ്ട് കരുണാകടാക്ഷത്തെ പൊഴിച്ചുകൊണ്ട് അവിടെ നിന്ന് വിരാജിക്കുന്നതായ കാഴ്ചയുണ്ട്. രുക്മിണി ദേവി ചോദിക്കുകയാണ്, പ്രഭോ എന്താ പതിവില്ലാത്തതായ രീതിയിൽ തിരുവാഭരണമെല്ലാം അണിഞ്ഞിട്ടുണ്ടല്ലോ, ആരെയോ കാത്തിരിക്കുന്ന പോലെയുണ്ട്, ആരാ ഇന്ന് വരുന്നത്, എന്താ ഇന്ന് വിശേഷം എന്നെല്ലാം ചോദിക്കുക. അന്നേരം ഭഗവാനങ്ങ് അരുളി ചെയ്യാത്രേ, രുക്മിണിയും ഇന്ന് എന്നെ കാണാനായിക്കൊണ്ട് എൻ്റെ ഒരു ഭക്തൻ വരുന്നുണ്ട്, വളരെ കാലമായി കണ്ടിട്ട് എന്നെ കാണാൻ സാധിക്കുമോ എന്ന് കണ്ണീര് വാർത്തുകൊണ്ടാ വരുന്നത്. എന്നെ ദർശിക്കാനായിക്കൊണ്ട് ഒരാൾ പുറപ്പെട്ടാൽ അവരെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ, വേറൊരു കാര്യം വന്നില്ലല്ലോ എന്ന ഭാവത്തിൽ ഞാൻ നോക്കുക ദേവി എന്നുള്ള തിരുവായ്മൊഴി അരുളി ചെയ്തുകൊണ്ട് പുറത്തോട്ടൊക്കെ നോക്കിയതായ വേളയിൽ വളരെ ദൂരത്ത് തന്നെ താഴത്തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു. തന്റെ പരമഭക്തനായ ശ്രീധാമാവങ്ങ് വരുന്ന കാഴ്ചയും കണ്ടില്ലേ. സഹസോത്തായ ജാഭ്യേത്യ ദൗർഭ്യാം പര്യഗ്രഹീൻ മുതാം. ആ ലക്ഷ്മി തൽപ്പത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഇരുകരങ്ങളാലും അങ്ങ് വാരിയെടുക്കുകയാണ്. മാറത്തു വേർപ്പ് വെള്ളം കൊണ്ട് നാരം സതീർത്ഥനെ മാറത്തുണ്മയോട് ചേർത്തു ഗാഠം പുണർന്നു. സച്ചിദാനന്ദ കട്ടയായ മഹാപ്രഭുവിന്റെ തൃക്കണ്ണുകളിൽ നിന്നും കുടുകൂടെയെന്നങ്ങ് കണ്ണീര് പൊഴിക്കുകയാണ്. എന്താ തസ്വദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ തന്റെ പരമഭക്തനായ ശ്രീധാമാവന്റെ അവസ്ഥ കണ്ട് അവിടുന്ന് ദുഃഖം കൊണ്ട് കണ്ണീര് പൊഴിച്ചതാണോ? അല്ല. പ്രീതോ വിമിഞ്ചുത ബിന്ദു നേത്രാഭ്യാം പുഷ്കരേക്ഷണഹാം. തന്റെ ഭക്തരെ കണ്ടതുകൊണ്ടുണ്ടായ ആനന്ദാതിരേകത്താൽ ആനന്ദ കണ്ണീരങ്ങ് ഒഴിക്കുകയാണ് മഹാപ്രഭു. ഇരുകരങ്ങളാലും അങ്ങ് വാരിയെടുത്ത് ശ്രീധാമാവനിയും കൊണ്ട് ലക്ഷ്മി 7ാം നില മാളിക മുകളിലോട്ടൊക്കെ ചെല്ലുകയാണ്. 7ാം നില മാളിക മുകളിൽ ചെന്ന് ലക്ഷ്മി തൽപ്പത്തിലങ്ങി ഇരുത്തുകയാണ് ശ്രീധാമാവനെ. ശ്രീധാമാവട്ടെ ചാടി എഴുന്നേറ്റ് താഴോട്ടൊക്കെ ഇരിക്കുക. പ്രഭോ അവിടുന്ന് ഇരിക്കുന്നതായി പള്ളിപഞ്ചത്തിൽ ഈള്ളവൻ ഇരിക്കരുത്, അവിടുന്ന് പള്ളിപഞ്ചത്തിൽ ഇരുന്നാലും ഈള്ളവൻ താഴെ ഇരുന്നുകൊള്ളാം പ്രഭോ, താഴെ ഇരുന്നുകൊള്ളാം എന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ അരുളി ചെയ്യണം, അല്ല ശ്രീധാമാവ് എവിടെ ഇരിക്കുന്നോ അവിടെ ഞാനും ഇരിക്കും, എന്നാ ഞാനും താഴെ ഇരിക്കാമെന്ന് പറഞ്ഞ് മഹാപ്രഭുവും താഴോട്ടങ്ങ് ഇറങ്ങിയിരുന്നു. എന്നാ അത് പറ്റില്ല പ്രഭോ, അവിടുന്ന് പള്ളിപഞ്ചത്തിൽ ഇരിക്കണം, എന്നാൽ ശ്രീധാമാവ് ഇരിക്കുക എന്ന് പറഞ്ഞ് പല ആൾക്കാരെ നിർബന്ധിച്ച് ആ പള്ളിപഞ്ചത്തിലെങ്കിൽ ഇരുത്തി. ഒന്നാന്തരം ഒരു പൊന്നും തളിയും കൊണ്ടുവന്നു. ആ പൊന്നും തളിയിൽ തന്റെ ഭക്തന്റെ പാദങ്ങളെ അങ്ങ് വെച്ച് വെള്ളമൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. സാക്ഷാൽ ലക്ഷ്മി ദേവി രുക്മിണി ദേവി അങ്ങ് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. അഗ്രഹയിൽ ശിരസാരാജൻ ഭഗവാൻ ലോകപാവനി. പതിതപാവനിയായ ഗംഗ യാതൊരു മഹാപ്രഭുവിന്റെ ശ്രീപാദത്തിൽ നിന്നും പൊട്ടി ഒഴുകുന്നത് കൊണ്ടാണോ ജഗദൈക വന്തിയായി ഒരു തുള്ളി വെള്ളം കൊണ്ട് പാരിനെ പവിത്രമാക്കാൻ പോകുന്നതായി പുണ്യനദിയായി പരമഭാഗവതന്മാർ കീർത്തിക്കുന്നത്. ആ ഗംഗയ്ക്ക് പോലും ഉറവിടമായിരിക്കുന്നതായി ശ്രീപാദങ്ങളോടുകൂടിയിരിക്കുന്നതായ മഹാപ്രഭു താനും തന്നിലുള്ളതായ അണ്ടകടാഹങ്ങളും പരിശുദ്ധിയെ പ്രാപിക്കുന്നത് തന്റെ ഭക്തന്റെ പാദതീർത്ഥം കൊണ്ടാണ് എന്നുള്ളതായ കാരുണ്യാലയത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനെ കൊണ്ട് ഭക്ത പാദതീർത്ഥത്തെ അങ്ങ് ശിരസിൽ ധരിക്കുകയാണ്. ധൂപദീപാദികളെല്ലാം അങ്ങ് അർപ്പിക്കുന്നു. ചന്ദനമകില കുങ്കുമം മുതലായിരിക്കുന്നതായ സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്റെ ഭക്തന്റെ ശരീരത്തിലെല്ലാം അങ്ങ് അണിയിക്കുകയാണ്. ഇതും കണ്ടു. ഇത്രയും പരമസന്തുഷ്ടിയോടുകൂടിയിട്ട് പരമവാത്സല്യത്തോടു കൂടിയിട്ട് മഹാപ്രഭു സൽക്കരിക്കണമെങ്കിൽ ഇത് ആരായിരിക്കും? കണ്ടു കഴിഞ്ഞാൽ യാതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കണ്ടാൽ തോന്നുന്നതായി കോലമെന്താ? കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം. കുത്സിതമായ ചേലയാണ് ധരിച്ചിട്ട്, കീറിപ്പറിഞ്ഞതായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. മലിനവേഷധാരിയാണ്. ക്ഷാമം ദരിദ്രനാണ് എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം. ദ്വിജം യജ്ഞോപകരം ധരിച്ചിരിക്കുന്നുണ്ട്, ബ്രാഹ്മണനാണെന്ന് അനുമാനിക്കാം. ധമനിസന്ധരം, ശരീരത്തിലെ നാഡീ ഞരമ്പുകളെല്ലാം അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോവും, ഞരമ്പുകൾ എത്രയുണ്ടെന്ന് എണ്ണി നോക്കാനായിക്കൊണ്ട്. അങ്ങനെയുള്ളതായ കോലത്തോടുകൂടി ഇരിക്കുന്നതായ ഒരാളെ
മഹാപ്രഭു ഇത്രയും വാത്സല്യത്തോട് സൽക്കരിക്കണമെങ്കിൽ സാധാരണ ഒരാളായിരിക്കില്ല എന്ന് കണക്കുകൂട്ടി ദേവി പരിചരൽ സാക്ഷാൽ ചാമരവ്യജനേന സാക്ഷാൽ ലക്ഷ്മി ദേവി രുക്മിണി ദേവി വെഞ്ചാമരമെടുത്തങ്ങ് വീശി തുടങ്ങുകയാണ്. ഇത് കണ്ടു അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാവലകീർത്തിന. കാനനാന്തരങ്ങളിൽ കായലുകളും കഴിച്ച് കാലം കഴിച്ചു കൂട്ടുന്നതായി മാമനീശ്വരന്മാർ പോലും എപ്പോഴും കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യയശസ്സോടുകൂടിയിരിക്കുന്ന മഹാപ്രഭുവും ഇത്രമാത്രം പ്രീതിയോടുകൂടി ഒരാളെ സ്വീകരിക്കണമെങ്കിൽ ഇതാരായിരിക്കും? കിം അനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണാം. ഈ ഭിക്ഷു സ്വരൂപത്തിൽ സഞ്ചരിക്കുന്നതായി അവധൂതനാൽ എന്തൊരു പുണ്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കണ്ടു കഴിഞ്ഞാലോ ശ്രീയാഹീനേന ലോകേസ്മിൻ, യാതൊരു ഐശ്വര്യമില്ല, കാശിന് കൊള്ളില്ല എന്നുള്ള കോലത്തിലാണ്. സാധാരണ 4 കാശ് കയ്യിലുണ്ടെങ്കിൽ മാനിക്കാൻ ആൾക്കാരുണ്ടാവും, അതൊന്നും ഇല്ലാത്ത ആൾക്കാരെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയുള്ളതായ കോലത്തോടുകൂടി വന്നിരിക്കുന്നതായ ഒരാളെ ഇങ്ങനെ സ്വീകരിക്കണമെങ്കിൽ പര്യങ്കസ്ഥാം ശ്രിയം ഹിത്വാ, ലക്ഷ്മി ദേവിയെ പോലെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ ജ്യേഷ്ഠരെ ആദരിക്കുന്ന പോലെയല്ലേ അങ്ങ് ആരാധിക്കുന്നത്? എന്തായിരിക്കും കാരണമെന്ന് ആശ്ചര്യശബ്ദരായി ആലോചനാമഗ്നരായി ആ ദ്വാരകാവാസികളെല്ലാം നോക്കി നിൽക്കുന്നതായ വേളയിൽ മഹാപ്രഭു ആവട്ടെ കഥയാം ചക്രദുർഗാധാഹ പൂർവാ ഗുരുകുലേ സദോഹ. ആ ശ്രീധാമാവന്റെ കരങ്ങളെ എടുത്ത് തന്റെ തൃക്കരങ്ങൾക്കകത്ത് വെച്ചുകൊണ്ട് ഗുരുകുലത്തിൽ നടന്നതായ ഓരോ കാര്യങ്ങളും അങ്ങ് അനുസ്മരിക്കുകയാണ്. ശ്രീധാമാവേ, അന്ന് ഗുരുകുലത്തിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞതായ ആ കാലമെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടോ? ഒരു നാൾ ഗുരുനാഥന് വേണ്ടി വിറക് ശേഖരിക്കാനായി കൊണ്ട് കാട്ടിലോട്ട് പോയതായ സമയത്ത് പെട്ടെന്നങ്ങ് മഴയെല്ലാം വന്ന് ആകാശത്ത് കാർമേഘങ്ങളെല്ലാം അങ്ങ് ഉരുണ്ടുകൂടി തുള്ളിക്കൊരു കുടങ്ങണക്കെ അങ്ങ് മഴ പെയ്യാനെയും കൊണ്ട് ഹേടയായി. സർവത്ര വെള്ളം നിറഞ്ഞ് പുറത്തു വരാൻ സാധിക്കാതെ അന്നത്തെ രാത്രി മുഴുവൻ ആ ഗുഹയ്ക്കകത്ത് നമ്മൾ രണ്ടുപേരും മാറോട് മാറി ചേർത്തങ്ങ് കിടന്നത് ഓർക്കുന്നുണ്ടോ ശ്രീധാമാവേ? പിറ്റേന്നാൾ നമ്മൾ ആ വിറകെട്ടെല്ലാം എടുത്തുകൊണ്ട് ഗുരുനാഥന്റെ സന്നിധിയിലോട്ടൊക്കെ ചെന്നതായ വേളയിൽ നമ്മളെ കാണാതെ വിഷമിച്ചിരിക്കുന്നതായ ഗുരുനാഥൻ നമ്മളെ കണ്ട മാത്രയിൽ ആനന്ദപരവശനായി ആ കാരുണ്യമേറിയ തൃക്കരങ്ങൾ നമ്മുടെ ശിരസിൽ വെച്ച് അങ്ങ് അനുഗ്രഹിച്ചില്ലേ? ചന്താംസി അയാതയാമാനീ ഭവന്തിഹ പരത്രജ. നിങ്ങൾ പഠിച്ചതെന്തും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരട്ടെ, പ്രയോജനകരമായി തീരട്ടെ എന്നറിയി അനുഗ്രഹിച്ചില്ലേ? ഇതല്ലേ ശാസ്ത്ര പഠനത്തിന്റെ പരമ താല്പര്യം എന്ന് പറയുന്നത്. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഒരാൾക്ക് ഉപനിഷത്ത് പ്രതിപാദ്യമായ പരമ്പൊരുളിനെ പ്രാപിക്കാനെ കൊണ്ട് സാധിക്കുക. ആ ഗുരുകടാക്ഷം പരിപൂർണമായിട്ട് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിച്ചതായ ധന്യനിമിഷം അങ്ങ് ഓർക്കുന്നുണ്ടോ ശ്രീധാമാവേ എന്ന് ചോദിക്കാം. എന്താ കാരണം? ഈ ഗുരുകുലത്തിലെ ലീലകളല്ലേ അവിടുന്ന് അനുസ്മരിച്ചത്. ശ്രീധാമാവിനെ മഹാപ്രഭുവിനെ ദർശിക്കാൻ സാധിക്കുമോ? ഇനി അഥവാ ദർശിച്ചാൽ തന്നെ ഭഗവാനങ്ങ് ഓർക്കുന്നുണ്ടാവുമോ എന്നെല്ലാം ശങ്കിച്ചല്ലേ വന്നത്. ശങ്കിക്കേണ്ട കേട്ടോ, ആര് മറന്നാലും എന്റെ ഭക്തനെ ഞാൻ മറക്കില്ല. എന്റെ ഭക്തനോടൊപ്പം കഴിഞ്ഞതായി ഓരോ നിമിഷവും ഞാൻ ഇന്നും ഉള്ളിൽ ഓർക്കും ശ്രീധാമാവേ. കണ്ടോളൂ എന്റെ കാരുണ്യം എന്നതിലേക്ക്. കാരുണ്യാതിരേകത്താൽ ആ ഗുരുകുല ലീലകളെല്ലാം മഹാപ്രഭു അങ്ങ് അനുസ്മരിക്കുകയാണ്. അന്നേരം പരമഭാഗതനായ ശ്രീധാമാവട്ടെ ഇരുകരങ്ങളും കൂപ്പി അവിടുത്തെ ശ്രീപാദങ്ങളിൽ അങ്ങ് നമസ്കരിക്കുകയാണ്. കിമസ്മാഭിർ അനിർവൃത്തം ദേവദേവ ജഗൽ ഗുരോ. പ്രഭോ, വേദമൂർത്തിയായിരിക്കുന്ന അവിടത്തോടൊപ്പം ഈ ഗുരുകുലവാസം അനുഷ്ഠിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ഉള്ളവന്റെ ഒരു മഹാഭാഗ്യം എന്നുള്ളതല്ലാതെ എന്തു പറയാൻ പ്രഭോ? എവിടെയോ കിടക്കുന്നതാ ഈ ഉള്ളവന് ഈ മഹാഭാഗ്യത്തെ അരുളിയതായ കാരുണ്യത്തിന് മുന്നിൽ ഒന്ന് നമസ്കരിക്കാൻ അതുമാത്രമേ ഉള്ളവർ സാധിക്കൂ. അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ശ്രീവാരങ്ങളിൽ വീണ്ടും വീണ്ടും അങ്ങ് നമസ്കരിക്കുകയാണ്. അന്നേരം പരമദയാലുവായ പ്രഭു ആവട്ടെ പ്രേംണാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സദാംഗതീം. അനാഥപാലകനായിരിക്കുന്ന ആപൽഭാന്തവനായിരിക്കുന്ന മഹാപ്രഭു തന്റെ ശ്രീധാമാവിനെ താനല്ലാതെ വേറൊരാളില്ല, ഒരിക്കലും ദുഃഖിക്കാനിടയാവരുത് എന്നുള്ളതായ കാരുണ്യാതിരേകത്താൽ പ്രേംണാ നിരീക്ഷണേനൈവ പ്രേമം വഴിഞ്ഞൊഴുകുന്നതായ തൃക്കൺ കടാക്ഷത്താൽ അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീധാമാവരോട് അങ്ങ് അരുളി ചെയ്യാണ്. കിം ഉപായനമാനീതം ബ്രഹ്മന്മേ ഭവദാഗൃഹാൽ. ഹേ ശ്രീധാമാവേ, എന്താണ് ഉപായനം കൊണ്ടുവന്നിരിക്കുന്നത്? എന്റെ ശ്രീധാമാവ് എന്നെ കാണാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവരുന്നറിയാം, വെറും കൈയോട് ഒരിക്കലും വരില്ല. അന്ന് നമ്മൾ ഗുരുകുലത്തിൽ കഴിയുന്നതായ വേളയിൽ ഒരു നാൾ കാട്ടിലോട്ട് പോയതായി ഞാൻ തിരിച്ചു വരാൻ വൈകിയതായ സമയത്ത് ഗുരുപത്നി എല്ലാ ഭക്ഷണങ്ങളും ഒരുക്കിയിട്ട് അന്ന് ശ്രീധാമാവിനെ ഭക്ഷണം കഴിക്കാനെ കൊണ്ട് നിർബന്ധിച്ച സമയത്ത് ശ്രീധാമാവ് അന്ന് ഗുരുപത്നിയോട് പറഞ്ഞില്ലേ, എന്റെ കണ്ണനെ കൂടാതെ ഞാൻ കഴിക്കില്ല, കണ്ണൻ എന്ന് വരുന്നോ എപ്പോ വരുന്നോ അന്ന് ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞ് എന്നെ കാണാതെ കണ്ണീര് വാർത്ത് അന്ന് മുഴുവൻ ശ്രീധാമാവ് കഴിഞ്ഞതല്ലേ. അങ്ങനെ കഴിഞ്ഞതായ ശ്രീധാമാവ്
എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നറിയാം. വെറും കൈയോടെ ഒരിക്കലും വരില്ല. എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണെങ്കിലും അത് തുറന്നോളൂ ശ്രീരാമാവേ. അന്യപ്യുപാഹൃതം ഭക്തൈ പ്രേംണാ ഭൂരിയേവമേ ഭവേൽ. എന്റെ ഭക്തന്മാരായിരിക്കുന്ന ആൾക്കാര് പ്രേമഭാവത്തോടുകൂടി എന്ത് എന്നാലും ഞാൻ സ്വീകരിക്കും. ഇന്നതെന്നുള്ളതില്ല. എന്റെ ഭക്തന്മാരെ പ്രേമമാണ് എന്റെ പ്രീതിക്ക് കാരണമായിരിക്കുന്നത്. ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായി കൽപ്പതേ. ഭക്തിയില്ലാത്തതായ ആൾക്കാര് മഹാമേരുരോളം സ്വർണം തന്നാൽ പോലും എനിക്കൊരിക്കലും പ്രീതി ഉണ്ടാവില്ല. ഞാനത് സ്വീകരിക്കില്ല ശ്രീധാമാവേ. സത്യമാണ് ശ്രീധാമാവേ. അടുത്ത കാലത്ത് ഭക്തന്മാര് ഒരു അനുഭവകഥയൊക്കെ പറയാറുണ്ട്. ഗുരുവായൂരില് തമിഴ്നാട്ടിൽ നിന്ന് വന്നതായ ഒരു ഭക്തൻ ആനയെ നടയിരുത്തി ഗുരുവായൂരപ്പന് വിശേഷാൽ പൂജകളെല്ലാം അങ്ങ് നടത്തി, അന്നദാനാദികളെല്ലാം നടത്തി അങ്ങ് തിരിച്ചു ചെന്നു. തൻ്റെ വീട്ടിൽ തിരിച്ചു ചെന്ന സമയത്ത് പല ദുർനിമിത്തങ്ങളും അവൻ കണ്ടു. എന്താ അങ്ങനെ ദുർനിമിത്തങ്ങൾ കാണാൻ? കൂടെ ആപത്തുകളൊക്കെ വരികയാണ്. ഒരു ജോത്സ്യന്റെ അടുത്ത് പ്രശ്നം വെച്ച് നോക്കി. അന്നേരം പ്രശ്നത്തിൽ കണ്ടു വ്യാഴം കോപിച്ചിരിക്കുക എന്ന്. വ്യാഴം കോപിച്ചിരിക്കുക, എത്രയും വഴിപാട് ചെയ്തു, ആനയെ നടയിരുത്തി, എന്നിട്ട് വ്യാഴം കോപിക്കാൻ എന്താ ഉണ്ടായിരിക്കുന്നത് എന്ന്. അന്നേരം പ്രശ്നത്തിൽ കണ്ടു വ്യാഴത്തിന്റെ ഗുരുവായൂരപ്പന്റെ ഒരു സ്വത്തിനെ അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണെന്ന്. സ്വത്ത് നശിപ്പിക്കുകയെ അങ്ങ് കൊടുക്കുകയല്ലേ ഉണ്ടായിട്ടുള്ളൂ. എന്താണ്, ഏത് സ്വത്താണ് നശിപ്പിച്ചിരിക്കുന്നത്? വിശേഷാൽ അങ്ങ് ചിന്തിക്കുമെന്ന്. വിശേഷാൽ ചിന്തിച്ച സമയത്ത് പ്രശ്നത്തിൽ കണ്ടു അത്രേ, ആനയെ നടയിരുത്തുന്നതായ സമയത്ത് വെള്ളയും കരിമ്പടും എല്ലാം വിരിക്കും. ആ വെള്ളയും കരിമ്പടവും വിരിക്കുന്നതിന്റെ അടിയിൽ ഒരു കുന്നിക്കുരു പെട്ടുപോയി. ആ കുന്നിക്കുരു ആന ചവിട്ടി അങ്ങ് പൊടിഞ്ഞുപോയി. ആ കുന്നിക്കുരു പൊടിഞ്ഞുപോയ വിഷമം കൊണ്ടാ ഭഗവാൻ ദേഷ്യപ്പെട്ടിരിക്കുന്നത് എന്ന്. അന്നേരം ഈ ഭക്തൻ ചോദിച്ചു, ഞാനൊരു ആനയെ നടയിരുത്തി അത് ഭഗവാന് സന്തോഷം, അതിനേക്കാൾ ഭഗവാന് വിഷമമായത് ഈ കുന്നിക്കുരു പൊടിഞ്ഞു പോയതിലാണോ? എന്താ ഈ കുന്നിക്കുരു പൊടിഞ്ഞതിൽ ഇത്രയും വിഷമിക്കാനൊരു കാരണം? വിശേഷാൽ ചിന്തിക്കുമെന്ന്. അങ്ങനെ ചിന്തിച്ച സമയത്ത് ആ കുന്നിക്കുനൊരു ഒരു കഥ പറയാനുണ്ടായിരുന്നു അത്രേ. രണ്ടമ്മമാര് തിങ്കൾ ഭജനം ചെയ്യുന്നതായ അമ്മമാരുണ്ടായിരുന്നു. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ ചെന്ന് ദർശിക്കുന്നതായ പരമഭക്തകളായ രണ്ടമ്മമാര്. അതിലൊരമ്മയാണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലൊരു അമ്മയാണ്. അടുത്ത വീട്ടിൽ മുറ്റം അടിച്ചു വാരിയിട്ടും പാത്രം കഴുകിയിട്ടും ഒക്കെ കഴിഞ്ഞു കൂടുന്നൊരു അമ്മയാണ്. മറ്റേ അമ്മയാണെങ്കിൽ വളരെ സാമ്പത്തികമായി സുസ്ഥിരമായി കഴിയുന്നതായ ഒരു അമ്മയാണ്. ഒരു മലയാള മാസം 1-ാം തീയതി തലേനാള് സാമ്പത്തിക ശേഷിയുള്ളതായ അമ്മ ഈ പാവപ്പെട്ട അമ്മയോട് ചെന്ന് ചോദിക്കുകയാണ്, നാളെ 1-ാം തീയതിയാ ഗുരുവായൂർക്ക് പോവല്ലേ, നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ട സമയത്ത് ആ പാവപ്പെട്ട അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീരങ്ങ് പൊടിഞ്ഞു വീണു. ഗുരുവായൂർക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പോകാനുള്ള പൈസ ഇല്ല കയ്യില്. എന്നും ആ മഹാപ്രഭുവിന്റെ തിരുസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഈ ദർശന ഭാഗ്യം അവിടുന്ന് മുട്ടിക്കരുതേ, ഒരിക്കലും അവിടുന്ന് കൈവടിയരുതേ എന്ന്. ഈയുള്ളവൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാവാം, അതിനുള്ള യോഗമില്ല, നിങ്ങൾ പോയി വരൂ, എൻ്റെ കണ്ണിനോട് എൻ്റെ നമസ്കാരം അറിയിക്കൂ എന്നെല്ലാം പറഞ്ഞ് കണ്ണീര് വാർത്ത് തൻ്റെ വീട്ടിലെത്തി. രാത്രി മുഴുവൻ കണ്ണീര് വാർത്തുകൊണ്ട് കിടക്കുക തന്നെയാണ്. കണ്ണടയ്ക്കാൻ സാധിക്കുന്നില്ല. കണ്ണനെ കാണാതെ ജന്മം പാഴായി പോകുന്നുവല്ലോ. എൻ്റെ ദാരിദ്ര്യം തീർത്തു തരണേ, ഞാൻ ഒരിക്കലും അവിടത്തോട് പ്രാർത്ഥിച്ചില്ല. ഈ ദർശനം മുട്ടിക്കരുതേ എന്നാ പ്രാർത്ഥിച്ചത്, അതുപോലും കണ്ണൻ തന്നില്ല. അതിനുള്ള ഭാഗ്യം പോലും ഉള്ളവൾക്ക് ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് കണ്ണീര് വാർത്തുകൊണ്ട് കിടക്കുകയാണ്. ഏകദേശം അർദ്ധരാത്രിയോട് അടുത്തതായ സമയത്ത് ഒരു സ്വപ്ന ദർശനം. സ്വപ്നത്തിലെല്ലാം ഭഗവാൻ സാക്ഷാത്തായി അരുളി ചെയ്യുന്ന പോലെ ഞാൻ കാണാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട, നാളെ കാലത്ത് പുറപ്പെട്ടുള്ളൂ, വണ്ടിക്ക് ഒരുക്കുള്ള പൈസയെല്ലാം പെട്ടിക്കകത്ത് ഉണ്ടാവുമെന്ന്. സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു. പെട്ടി തുറന്ന് നോക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരുക്കുള്ള പൈസ കൃത്യമായിട്ട് ആരോ കൊണ്ടൊന്ന് വെച്ച പോലെ പെട്ടിക്കകത്തുണ്ട്. ആ പൈസ എടുത്തങ്ങ് പുറപ്പെട്ടു. ഗുരുവായൂർക്കങ്ങ് പോന്നു. സാധാരണ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ ഒരു ത്രിമധുരം ചീട്ടാക്കും. ആ ത്രിമധുരം ചീട്ടാക്കിയത് ആനയ്ക്ക് കൊടുക്കും, അങ്ങനെയൊക്കെയാ പതിവ്. അപ്പൊ അതിനുള്ള പൈസയൊന്നും കയ്യിലില്ല. എന്തെങ്കിലും തമ്പുരാൻ ഒരു കാഴ്ചദ്രവ്യം വെക്കണ്ടേ? പോകുന്ന വഴിക്ക് ആ വേലിയിൽ കുറച്ച് കുന്നിക്കുരു ഉണ്ടായിരുന്നു. ആ കുന്നിക്കുരു അങ്ങ് പറിച്ച് കയ്യിൽ വെച്ചു. ഭഗവാനെ തിരുനടയിലെത്തി സോപാനത്തിലേക്ക് സമർപ്പിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, വേറൊന്നും എൻ്റെ കണ്ണനെ അർപ്പിക്കാനില്ല, ഈ കുന്നിക്കുരു മാത്രമാണ് അവിടുത്തെ സന്തോഷത്തിനായിക്കൊണ്ട് ഇളവൾ അർപ്പിക്കുന്നത്, ഇത് സ്വീകരിക്കണേന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുമംഗലത്ത് നമസ്കരിച്ചു. ആ പരമഭക്ത അർപ്പിച്ചതായ ആ കുന്നിക്കുരുവാണ് ഈ ആന ചവിട്ടിയിട്ടങ്ങ് പൊടിഞ്ഞു പോയത് എന്നാ. ആനയെ നടയിരുത്തി ധാരാളം അന്നദാനം നടത്തി. അതിനേക്കാളെല്ലാം കൂടുതൽ പ്രീതിയോടുകൂടി മഹാപ്രഭു സ്വീകരിച്ചത് ഈ ഭക്തി അർപ്പിച്ചതായ, പാവപ്പെട്ട ഭക്തി അർപ്പിച്ചതായ കുന്നിക്കുരുവാണ്. എൻ്റെ ഭക്തന്മാരായിരിക്കുന്ന ആൾക്കാര് എത്ര നിസ്സാരമായിരിക്കുന്ന സാധനമാണെങ്കിൽ പോലും ഭക്തിയോടുകൂടി എനിക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കുന്ന ആളാ ശ്രീധാമാവേ, സംശയിക്കേണ്ടതില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. ഇനി വേറൊന്നും വേണ്ട.
കുറച്ച് ഇലയോ പുഷ്പമോ വല്ല പഴമോ വെള്ളമോ എന്തർപ്പിച്ചാൽ ഞാൻ സ്വീകരിക്കുന്നതാണ്. പണ്ട് പാഞ്ചാലി അർപ്പിച്ചതായ ചീരയിലെ കഷത്തിന്റെ സ്വാദ് ഞാൻ മറന്നിട്ടില്ല. ആ ഗജേന്ദ്ര അർപ്പിച്ചതായ താമരപുഷ്പം ഞാൻ താഴെ വെച്ചിട്ടില്ല. കാട്ടാളശ്രീയായ ശബരി കടിച്ചിച്ചിലാക്കി അർപ്പിച്ചതായ മാമ്പഴത്തിന്റെ സ്വാദ് ഞാൻ മറന്നിട്ടില്ല. രഞ്ജദേവൻ അർപ്പിച്ചതായ വെള്ളത്തിന്റെ സ്വാദ് ഞാൻ മറന്നിട്ടില്ല. എന്റെ ഭക്തന്മാർ എന്ത് എന്നാലും ഞാൻ സ്വീകരിക്കും. എന്താ ശ്രീധാമാവെ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താ എനിക്കായി കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്? തരൂ തരൂ എന്ന് പറഞ്ഞ മഹാപ്രഭു സകരുണം വീണ്ടും വീണ്ടും അങ്ങ് അറിയിച്ചതായ സമയത്ത് ശ്രീധാമാവട്ടെ വളരെ വിഷമത്തിലായി. ആരാണ് ചോദിക്കുന്നത്? ലക്ഷ്മിയുള്ളവരായ മഹാപ്രഭു ചോദിക്കുന്നത്. ലക്ഷ്മി ദേവിമാര് 16,108 ധർമ്മവത്യമാര് ചുറ്റും കൂടി അങ്ങ് നിൽക്കുന്നുണ്ട്. അംഗരക്ഷകന്മാരും അനുചരന്മാരും ആരാധകന്മാരും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാരാവാരങ്ങളൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്. ഇവരുടെ മുന്നിൽ വെച്ച് ആ മഹാപ്രഭുവിന് യാചിച്ചു കിട്ടിയതായി അവിലരി എങ്ങനെ കൊണ്ടുവന്ന് അർപ്പിക്കും? ഇത് അർപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണോ അവിടുത്തെ പരമസഖാവ് എന്ന് പറയുന്നത്? ഈ ഭിക്ഷക്കാരനാണോ? ഈ ദരിദ്രവാസിയാണോ എന്നെല്ലാം പറഞ്ഞ് അവിടുത്തെ അവഹേളിക്കില്ലേ? അവിടത്തേക്ക് ഒരു കുറവായി തീരില്ലേ? എന്റെ തമ്പുരാനെ ഉള്ളവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടായി തീരില്ലേ ഇത് അർപ്പിച്ചു കഴിഞ്ഞാൽ? അവിടുന്ന് വാവിട്ട് ചോദിച്ചു അല്ല തരൂ തരൂ എന്ന് പറഞ്ഞ് അവിടത്തേക്ക് അർപ്പിക്കാൻ തക്കതായി ഒന്നും ഉള്ളവരുടെ കയ്യിലില്ല. ഉള്ളതൊങ്ങോട്ട് അർപ്പിക്കാനും വയ്യ. എങ്ങനെ അർപ്പിക്കേണ്ടു പ്രഭു എന്ന് ഓർത്ത് വിഷാദഭക്തനായി അങ്ങിരിക്കുന്നതായ സമയത്ത് സർവഭൂതാത്മദൃക് സാക്ഷാൽ തസ്യാഗമന കാരണം സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപിയായി വർത്തിക്കുന്ന അവിടുന്ന് ദൃക്സ്വരൂപനായി വർത്തിക്കുന്നതായി അവിടുന്ന് എന്റെ ശ്രീധാമാവ് എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നത്? പണത്തിന് വേണ്ടിയല്ല, കാര്യം നേടാൻ വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി എന്നെ ആശ്രയിക്കുന്നതായ ഒരാളല്ല. പിന്നെയോ പത്നിയാ പതിവ്രതായാസു, പതിവ്രതയായിരിക്കുന്ന പത്നി ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. പ്രാപ്തോ മാമസ്യ ദാസ്യാവി സമ്പദോ അമർത്യ ദുർലഭാഹം. ഇനി ഒരിക്കലും എന്റെ ശ്രീധാമാവോ കുടുംബമോ ദാരിദ്ര്യം കൊണ്ട് ക്ലേശിക്കാൻ ഇടയാവരുത്. എന്നെ ആശ്രയിക്കുന്ന ഭക്തൻ മാത്രമല്ല, ആ ഭക്തന്റെ കുടുംബം തന്നെ ഒരിക്കലും ക്ലേശിക്കാൻ ഇടയാവരുത്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് തിരുവുള്ളത്തിൽ നിശ്ചയിച്ചുകൊണ്ട് ഇത്തം വിചിന്യവസനാൽ ക്ഷീരബദ്ധ്വാദ്യുജന്മനഃ സ്വയം ജഹാരകിമിതം ഇതി പ്രതികതണ്ടുലാൻ. ആ ശ്രീധാമാവന്റെ കക്ഷത്തിലിരിക്കുന്നതായ ആ അവിൽക്കിഴങ്ങ് തട്ടിയെടുക്കുകയാണ്. ശ്രീധാമാവ് അർപ്പിക്കാൻ മടിച്ചു നിന്നതാണ്. ഭഗവാൻ സകരുണം അതിനെങ്ങ് തട്ടിയെടുത്തു എന്നാ. എന്താ നമ്മളുടെ മനസ്സാകുന്ന ആ വിൽക്കിഴി അവിടത്തേക്ക് അർപ്പിക്കാൻ നന്നേ പ്രയാസമുണ്ട്. കല്ലും നെല്ലും എല്ലാം അങ്ങ് നിറഞ്ഞതാണ്. പക്ഷേ ഭഗവാൻ സകരണം ഇങ്ങോട്ട് തട്ടിയെടുത്താൽ മാത്രമേ നമ്മളുടെ കഴിവുകൊണ്ടോ കേമത്വം കൊണ്ടോ സാധന അനുഷ്ഠാനങ്ങളെ കൊണ്ടോ ഞാൻ ഉയരം നേടും എന്നുള്ളതായ ഭാവം ഒരിക്കലും ഉള്ളിലുണ്ടാവാനിടയാവരുത്. പരമദയാലുവായ പ്രഭു അവിടുന്ന് കാരുണ്യം പൊഴിച്ചാൽ മാത്രമേ മനസ്സമ്മകൾക്ക് പൂർണ്ണമായിട്ട് അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കാൻ സമ്പൂർണ്ണ ശരണാഗതി നേടാനെങ്കിലും സാധിക്കുമെന്ന് കാണിക്കുക. സമ്പൂർണ്ണ ശരണാഗതിയാണ് ഭക്തിയുടെ പ്രേമഭാവത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ആ അത്യുന്നതമായ ഉദാത്തമായ ഭാവത്തിലോട്ട് എത്തിയിരിക്കുന്നതായ പരമഭാഗവതനാണ് ശ്രീധാമാവ് എന്ന് കാണിക്കുക. അവിടുന്ന് സകരണം ആ അവിൽക്കിഴങ്ങ് തട്ടിയെടുത്തു. അത് വേഗത്തോടു കൂടിയിട്ട് ആ അവിൽക്കിഴങ്ങ് കഴിച്ച് ഒരുപിടി അവിലെടുത്തങ്ങ് അമൃതയത്ത് കഴിക്കുകയാണ്. ശ്രീധാമാവരോടങ്ങ് അരളി ചെയ്യാണ്. നന്വേതൽ ഉപരീതമ്മേ പരമപ്രീണനം സഖേ. ഹഹ, ശ്രീധാമാവേ ഇത്രയും നല്ല അവലുണ്ടായിട്ടാണോ എനിക്ക് തരാതിരുന്നത്? ഞാൻ മാത്രമല്ല എന്നിലുള്ളതായ അണ്ടകടാഹകൾ മുഴുവൻ പരമസന്തോഷമായിട്ടോ ശ്രീധാമാവേ. ഇത്രയും നല്ലൊരു അവല് ഞാൻ കഴിക്കുകയുണ്ടായിട്ടില്ല. വളരെ സന്തോഷമായി എന്ന് അരളി ചെയ്ത് ഇരി മുഷ്ടിം സജഗ്ദ്വാതിരീയാം മുഷ്ടിമാതദേം താവൾ ശ്രീൽ ഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ടിനഃ. രണ്ടാമതൊരുപിടി അവലെടുത്ത് അവിടുന്ന് അമൃതയത്ത് കഴിക്കാൻ ഒരുങ്ങിയതായ സമയത്ത് തൽപരാ പരമേഷ്ടിനഃ, ഭഗവാന്റെ താല്പര്യത്തെ അറിയുന്നതായ ലക്ഷ്മി ദേവി രുക്മിണി ദേവി അവിടുത്തെ തൃക്കരത്തിലങ്ങ് പിടിക്കുകയാണ്. ഹരിതേ പ്രഭോ, എന്തെന്നാണോ അവിടുത്തെ സങ്കല്പിച്ചത് അതെല്ലാം അങ്ങ് നടത്തിക്കഴിഞ്ഞു. എന്താ ലക്ഷ്മി ദേവി രുക്മിണി ദേവിക്ക് തൃക്കരത്തിൽ പിടിക്കാനൊരു കാരണം എന്നാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തില് ഈ ശ്രീധാമ ഒരു പാവപ്പെട്ട ഭക്തനായിരുന്നു എന്ന ദാരിദ്ര്യം കൊണ്ട് നന്നേ ക്ലേശിച്ചു കഴിയുന്നൊരു ഭക്തൻ തന്നെയായിരുന്നു. അങ്ങനെ കഴിയുന്ന സമയത്താണ് ഒരു നാൾ ഭഗവാൻ ഈ ഭക്തനെ അനുഗ്രഹിക്കാനെ കൊണ്ട് എഴുന്നള്ളിയതായ വേളയിൽ ലക്ഷ്മി ദേവിയോടൊപ്പം അങ്ങ് എഴുന്നള്ളിയത്. ലക്ഷ്മി ദേവിക്ക് ഭഗവാൻ എവിടെയാ സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ലക്ഷ്മി നിവാസമകരോൽപരമം വിഭൂതേ, അവിടുത്തെ തിരുമാറിടത്തിലാണല്ലോ ലക്ഷ്മി ദേവിക്ക് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്മി ദേവി അവിടുത്തെ തിരുമാറിടത്തിൽ അങ്ങ് വിരാജിക്കുന്ന കണ്ട സമയത്ത് ഈ ഭക്തൻ അത് ഒട്ടും ഇഷ്ടമായില്ല എന്നാ. ഈ ലക്ഷ്മി ദേവിക്ക് ഇരിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഈ ലോകത്തിലുള്ള എല്ലാ കലഹങ്ങൾക്കും കാരണം ആരാ? കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. കനകവും കാമിനിയാണ് എല്ലാ കലഹത്തിനും കാരണമായിരിക്കുന്നത്.
ഈ ലക്ഷ്മിയാണെങ്കിൽ കനകമാണ്, കമിനിയാണ്, വേറെ സ്ഥലത്തൊന്നും ഇരിക്കാൻ കണ്ടില്ലേ എന്ന ഭാവത്തിൽ ക്രോധാവിഷ്ടനായി ലക്ഷ്മി അങ്ങ് നോക്കാനിടയായത്രേ. എന്നാൽ ലക്ഷ്മിയിലേക്ക് കൽപ്പിച്ചു, എല്ലാവരും എന്നെ വളരെ പരമപ്രീതിയോടുകൂടിയിട്ട് ഭക്തി ആദരങ്ങളോടുകൂടി നോക്കുന്നതായ സമയത്ത് ദേഷ്യഭാവത്തിൽ ഇയാൾ നോക്കിയത്, എന്നാ ഇയാളൊരു പാഠം പഠിപ്പിച്ചിട്ടായിരിക്കുള്ളൂ, അടുത്ത ജന്മത്തിലും ഇയാൾ ദരിദ്രനായി പോവട്ടെ എന്ന് ലക്ഷ്മി ദേവി സങ്കല്പിച്ചു. എന്നാ എല്ലാ ബുദ്ധിവൃത്തികൾക്കും സാക്ഷിയായി വർത്തിക്കുന്നതായ മഹാപ്രഭു തന്റെ ഭക്തൻ അടുത്ത ജന്മത്തിലും ദരിദ്രനാവട്ടെ എന്ന് ലക്ഷ്മി ദേവി സങ്കല്പിച്ച സമയത്ത് അവിടുന്ന് തിരുവുള്ളത്തിൽ നിശ്ചയിച്ചത്രേ, ഹേ ലക്ഷ്മി, എന്റെ ഭക്തൻ ദരിദ്രനായി പോവട്ടെ എന്ന് ലക്ഷ്മി പറയുകയാണെങ്കിൽ ലക്ഷ്മിയെ കൊണ്ട് എന്റെ ഭക്തന്റെ വീട്ടുമുറ്റം അടിച്ചു വാരിപ്പിക്കും ഞാൻ. എനിക്ക് എന്റെ ലക്ഷ്മിയേക്കാൾ ഉപരിയാണ് എന്റെ ഭക്തൻ, എന്റെ ഭക്തനിലുപരിയായിട്ട് ഒന്നും തന്നെയില്ല എന്നുള്ളതായ ഭക്തവാത്സല്യം കൊണ്ട് അവിടുത്തെ തിരുവുള്ളത്തിൽ നിശ്ചയിച്ചു. ഇതറിയാൻ ലക്ഷ്മി ദേവിക്ക് നന്നേ ഒരു പിടി അവലെടുത്തങ്ങ് അമൃതേത്ത് കഴിച്ചതായ സമയത്ത് ആ ശ്രീധാമാവിനെ എല്ലാവിധ ഐശ്വര്യങ്ങളോടുത്ത് അനുഗ്രഹിച്ചു. രണ്ടാമതൊരു കുശസ്ഥലി പട്ടണം കണക്കെ, ഒരു ദ്വാരകാപുരി കണക്കെ ആ ശ്രീധാമാവന്റെ ഭവനത്തേക്ക് മാറ്റിക്കൊടുത്തു. ഇനി രണ്ടാമതൊരു പിടി അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ദ്വാരക കുചേലന്റെ ഭവനായി മാറും. കുചേലന്റെ ഭവനം ദ്വാരകയായി മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ ഈ രുക്മിണി ദേവി കുചേലന്റെ ഭവനത്തിൽ ചെന്ന് മുറ്റം അടിച്ചു വാരാങ്ങ് ഇടയായിത്തീരുമെന്ന സങ്കല്പത്തിലാ മഹാപ്രഭു രണ്ടാമതൊരു പിടിയെടുത്തങ്ങ് അമൃതത്ത് കഴിക്കാൻ ഒരുങ്ങിയത് എന്ന. അന്നേരം തൃക്കരത്തിലങ്ങ് പിടിച്ച് ലക്ഷ്മി ദേവിക്ക് പ്രാർത്ഥിക്കുകയാണ്, പ്രഭോ, ഒരു അപരാധം പറ്റിപ്പോയി, ഇനി എങ്ങനെ പറ്റില്ല, ഭക്തന്റെ ദാരിദ്ര്യം തീർത്തു കൊടുത്തു കഴിഞ്ഞോ പ്രഭോ, ഈ മഹാഭാഗവതൻ കൊണ്ടുവന്നതായ ദിവ്യപ്രസാദം അടിയങ്ങൾക്കും ഇരിക്കട്ടെ അനുഭവിക്കാൻ, അത് ഈള്ളവർക്കും വേണേ എന്നുള്ളതായ പ്രാർത്ഥനാപൂർവമായിട്ട് ഭഗവാന്റെ താല്പര്യത്തെ അറിയുന്നതായ രുക്മിണി ദേവിയും അവിടുത്തെ തൃക്കരത്തിലങ്ങ് പിടിക്കുകയാണ്. ശ്രീധാമാവാട്ടെ അന്നത്തെ രാത്രി മുഴുവൻ ഭഗവാനോടൊപ്പം എങ്ങനെയാണോ ഇന്ദ്രൻ സ്വർഗത്തിൽ കഴിയുന്നത് അതുപോലെ ആനന്ദഭക്തനായി ഗുരുകുലത്തിൽ നടന്നതായ ഓരോ ലീലകളും അങ്ങ് അനുസ്മരിച്ചുകൊണ്ട് അങ്ങ് കഴിഞ്ഞുകൂടിയെന്ന. പിറ്റേനാൾ കാലത്ത് സന്ധ്യാവദനാദി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പുറപ്പെടാനേ കൊണ്ട് ഒരുങ്ങിയാണ്. തിരിച്ചു പുറപ്പെടാൻ ഒരുങ്ങിയതായ സമയത്ത് ജഗാമസോലയം താത പത്യുഭവ്രജ നന്ദിത. ശ്രീധാമാവന്റെ ജവമാലയും ഗ്രന്ഥക്കെട്ടും എല്ലാം അങ്ങ് എടുത്തു കൊടുക്കുകയാണ്. ശ്രീധാമാവ് കൊണ്ടുവന്നതായ കൊടയെല്ലാം അതുപോലെ തന്നെ അങ്ങ് തിരിച്ചേൽപ്പിക്കുകയാണ്. ശ്രീധാമാവട്ടെ പ്രദർശനം വെച്ചങ്ങ് നമസ്കരിക്കുകയാണ്. അവിടുത്തെ തൃപ്പാദങ്ങളിൽ അങ്ങ് വീണ് വണങ്ങുകയാണ്. പ്രഭോ, പ്രാരബ്ധത്തിന്റെ പടുകുഴിയിൽ നിന്നും ഈ വൈകുണ്ഠത്തിൽ അവിടുത്തെ തിരുസന്നിധിയില് ദ്വാരകാപുരിയിലിങ്ങ് എത്തിച്ചേരാനും കൊണ്ട് സാധിച്ചു. വീണ്ടും പ്രാരബ്ധത്തിന്റെ പടുകുഴിയിലോട്ടല്ലേ പോകുന്നത്, തിരിച്ചയക്കരുത് പ്രഭോ. ഈ ദ്വാരകാപുരിയിൽ ഏതെങ്കിലും ഒരു തെരുവില് അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ ആശ്രിതനായി കഴിഞ്ഞുകൊള്ളാം, അവിടുത്തെ പിരിഞ്ഞു പോകാനെ കൊണ്ട് വയ്യ, തിരിച്ചയക്കരുതേ പ്രഭോ എന്ന് പറഞ്ഞ് കണ്ണീര് വാർത്ത് അവിടുത്തെ തൃപ്പാദത്തിൽ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരിയാണ്. അന്നേരം കാരുണ്യമൂർത്തിയായ മഹാപ്രഭു തൃക്കരത്താൽ ശീതളകരമായിരിക്കുന്ന തൃക്കരത്താൽ അങ്ങ് വാരിയെടുത്ത് ആലിംഗനം ചെയ്ത് ശ്രീധാമാവനോടങ്ങ് അരുളി ചെയ്യാണ്, ശ്രീധാമാവേ, ഞാനെന്നും കൂടെ ഉണ്ടാവട്ടോ, ഒരിക്കലും ഞാൻ പിരിയില്ല, എവിടെ ചെന്നാലും ഞാനുണ്ടാവും കൂടെ. ശ്രീരാമനെ പിരിഞ്ഞിട്ടൊരു ജീവിതമില്ല ശ്രീരാമാവേ, ഞാനുണ്ട്, ആരില്ലെങ്കിലും ഞാനുണ്ടാവും, പോയിക്കോളൂ, എവിടെ പോയാലും ഞാനുണ്ടാവും എന്നരളി ആശ്വസിപ്പിച്ചങ്ങ് യാത്രയൊക്കെയാണ്. കുറച്ചു ദൂരമൊക്കെ ചെല്ലും, തിരിഞ്ഞു നോക്കും, കണ്ണാ 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 എന്ന് കരഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ട് വീണ് വണങ്ങും. ഓടി വന്ന് അവിടുത്തെ തൃപ്പാതിരങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരിയും. ഇരുകരങ്ങളാലും അവിടുത്തെ വാരിയെടുത്ത് ആശ്വസിപ്പിക്കും, വീണ്ടും യാത്രയാക്കും. അങ്ങനെ ആ ശ്രീധാമാവനെ യാത്രയാക്കി ഗോപുരവാതിൽക്ക് വരെ മഹാപ്രഭു ചെല്ലുകയാണ്. ശ്രീധാമാവട്ടെ തിരിഞ്ഞു നോക്കി മഹാപ്രഭുവിന്റെ തിരുനാമം കീർത്തിച്ചുകൊണ്ട് തന്റെ ഭവനത്തിലോട്ടൊക്കെ നടന്നു നീങ്ങുകയാണ്. തന്റെ ശ്രീധാമാവ് കണ്ണിൽ നിന്നും ദൃഷ്ടിയിൽ നിന്നും മറയുന്നവരെ മഹാപ്രഭു ആ ഗോപുരവാതിൽക്ക് നോക്കി നിൽക്കുകയാണ്. ശ്രീധാമാവ് അങ്ങ് പറഞ്ഞതായ സമയത്ത് അവിടുത്തെ തൃക്കണ്ണിൽ പൊടിഞ്ഞിരിക്കുന്നതായ കണ്ണീർ കടങ്ങളെല്ലാം അങ്ങ് തുടച്ചു മാറ്റി തന്റെ ഭവനത്തിലോട്ടങ്ങ് കൊട്ടാരത്തിലോട്ടങ്ങ് എഴുന്നള്ളി. ഈ ശ്രീധാമാവട്ടെ മഹാപ്രഭു ദർശിച്ചതായ ആ ആനന്ദാതിരയത്തെ അനുസ്മരിച്ചുകൊണ്ട് തന്റെ ഭവനത്തിലോട്ട് ചെല്ലിയാണ്. ഹഹ, എന്തൊരു മഹാഭാഗ്യമാണ് ഉള്ളവരെ കിട്ടിയത്. അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതാമയാം യദ്ദരിദ്രമോ ലക്ഷ്മീം ആസൃഷ്ടോ ബിഭ്രതോരസീം. ലക്ഷ്മിയുള്ളവരായ മഹാപ്രഭുവും ആ കാരുണ്യ തൃക്കരങ്ങളാൽ ഉള്ളവരെ ആലിംഗനം ചെയ്ത് ലക്ഷ്മി തൽപ്പത്തിൽ കൊണ്ടേയിരുത്തില്ലേ. കോഹം ദരിദ്രപാവിയാൻ കൃഷ്ണ ശ്രീനികേതന. അവിടുന്ന് ആരാണ്? ലക്ഷ്മി വല്ലവനാണ്. ഉള്ളവൻ നിത്യദരിദ്രനായിരിക്കുന്നതായ ആളാണ്. ഈ ഉള്ളവരോട് എന്തുമാത്രം വാത്സല്യമാണ് അവിടുന്ന് പൊഴിച്ചത്. ശുശ്രൂഷയാ പരമയാ പാദസംവാഹനാദിഭി. ഉള്ളവന്റെ പാദപൂജയെല്ലാം അങ്ങ് അർപ്പിച്ചു. എന്ത് യോഗ്യ അർഹതയുണ്ടായിട്ടാ. ബ്രഹ്മാതിദേവന്മാർ പോലും പൂവിട്ട് പൂജിക്കുന്ന പാദപൽപ്പങ്ങളോടുകൂടി ഇരിക്കുന്ന മഹാപ്രഭുവല്ലേ ഇത്രയും കാരുണ്യം ഈ ഉള്ളവനിൽ അങ്ങ് വർഷിച്ചത്. ഈ ലോകത്ത് എന്തെല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ആര് തന്നെയായാലും
അതിനെല്ലാമുള്ളതായ ഏകമാർഗം എന്താ? സർവാസാം അഭിസിദ്ധീരാം മൂലം തച്ചരണാർച്ചനം. ലക്ഷ്മി വല്ലവനായ മഹാപ്രഭുവിന്റെ ഈ ശ്രീപാദങ്ങളെ ആശ്രയിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. സകല ചരാചരങ്ങളും ശ്രേയസ്സിനെ കൊണ്ട് ആശ്രയിക്കുന്നതായ ശ്രീപാദപത്മങ്ങളോടുകൂടിയിരിക്കുന്നതായ മഹാപ്രഭു ഇത്രമാത്രം ഈളവനിൽ കാരുണ്യം പൊഴിച്ചില്ലേ? ആഹാ, അങ്ങനെ കാരുണ്യം പൊഴിക്കുകയുണ്ടായോ ശ്രീധാമാവേ? എന്തിനു വേണ്ടിയാ ധർമ്മവന്യങ്ങ് മഹാപ്രഭുവിനെ ദർശിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ദാരിദ്ര്യ ദുഃഖം സഹിക്കു വയ്യാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു പറ്റ അന്നം കൊടുക്കാൻ നിവൃത്തിയില്ലാതെയാണ് അങ്ങ് പറഞ്ഞയച്ചത്. മഹാപ്രഭുവിന് ചെന്ന് ദർശിച്ചു, അവിടുന്ന് വല്ലതും തന്നോ? ഒന്നും തന്നില്ല. തിരിച്ച് യാത്ര പറഞ്ഞ് പുറപ്പെടുന്ന സമയത്ത് ആ പഴയ കൊട എന്നെ അങ്ങ് തന്നു. കൊട പോലും ഒന്നും മാറ്റി തന്നില്ല. എന്തിനാ പോയത്? എന്നിട്ട് എന്ത് കിട്ടി? എന്ത് കാരുണ്യാന്നാ പറയുന്നത്? എന്ത് കാരുണ്യം ആർക്ക് എവിടെ ഉണ്ടായി ശ്രീധാമാവേ എന്നാണെങ്കിൽ സംശയിക്കാനില്ല. എന്റെ മഹാപ്രഭുവും ഈയുള്ളവരൻ കാരുണ്യം പൊഴിച്ച് അനുഗ്രഹിക്കുക ചെയ്തിരിക്കുന്നത്. അധനോയം ധനം പ്രാപ്യ മഹദേർണോച്ചൈനമാസ്മരേത്. എന്തുകൊണ്ട് എനിക്ക് ധനം തന്നില്ല എന്നാണെങ്കിൽ, നിത്യദരിദ്രനായി ദരിദ്രവാസിയായി ഈയുള്ളവരെ 4 കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഭഗവാനെ ഒരു വേള ഞാൻ മറന്നു എന്ന് വരാം. അജ്ഞാനിയാണ്, അഹങ്കാരിയാണ്. 4 കാശ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ഭാഗവതം, എന്ത് നാമം എന്ന് പറഞ്ഞ് അഹങ്കരിക്കാനിടയായി തീരും. അങ്ങനെ എൻ്റെ ശ്രീധാമാവ് ഒരിക്കലും എന്നെ മറക്കാനിടയാവരുത്, എന്നിലുള്ളതായ പ്രേമഭാവത്തിനൊരു കുറവ് വരാനിടയാവരുത് എന്നുള്ളതായ കാരുണ്യാതിരേകത്താലല്ലേ അവിടുന്ന് എനിക്കൊന്നും തരാതിരുന്നത്. എന്നോടുള്ള കാരുണ്യക്കുറവ് കൊണ്ടല്ല, കാരുണ്യ കൂടുതലും കൊണ്ടാ മഹാപ്രഭു ഒന്നും തരാതിരുന്നത്. സംശയമില്ല, അവിടുത്തെ കാരുണ്യം തന്നെയാണ് എന്ന് ഓർത്തുകൊണ്ട് ഭക്തരുണ്ടാവുന്നതായ ഏതാപത്തും ഭഗവാന്റെ കാരുണ്യമായി കാണാൻ തക്കതായ മനോഭാവമാണ് ആ ഭക്തിയുടെ ഉദാത്തഭാവം എന്ന് കാണിക്കുക. നല്ലത് വരുമ്പോൾ മാത്രം ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളതല്ല, ഏത് കഷ്ടകാലം വന്നാലും എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ കൈവടിയില്ല എന്ന ഭാവത്തിൽ അവിടുത്തെ ആശ്രയിക്കൽ തന്നെയാണ്, അവിടുത്തെ മഹാകാരുണ്യമെന്ന് കാണൽ തന്നെയാണ് ഭക്തിയുടെ ലക്ഷണമെന്ന്. ശ്രീധാമാവട്ടെ ആനന്ദത്തിലങ്ങ് ആറാടി തൻ്റെ ഭവനത്തിൻ്റെ സമീപത്തിലങ്ങ് എത്തിച്ചേർന്നു. തൻ്റെ ഭവനത്തിൻ്റെ സമീപത്തിലെത്തിയതായ സമയത്ത് അവിടെ കണ്ടതായ കാഴ്ച എന്താ? വിചിത്രോപവനോധ്യാനൈ കൂജദ്വിജകുലാകുലൈ പ്രോത്ഫുല്ലകുമുദാംഭോജ കൽഹാലോൽപലവാരിഭിः. ഇങ്ങനെ നോക്കിയാലും ശബ്ദിക്കുന്ന പക്ഷി സമൂഹങ്ങളാൽ വ്യാപിച്ചു നിൽക്കുന്നതായ ഉദ്യാനങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന മണിമന്ദിരത്തെയും കാണുകയാണ്. രണ്ടാമതൊരു ദ്വാരകാപുരി കണക്കെ ശോഭിക്കുന്നതായ തന്റെ ഭവനത്തെ കണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ ഉള്ളവൻ മഹാപ്രഭുവിനെ തന്നെ ധ്യാനിച്ച് വീണ്ടും വഴിതെറ്റി ആ ദ്വാരകാപുരിയിൽ തന്നെ അങ്ങ് എത്തിച്ചേർന്നു എന്നാ തോന്നുന്നത്. ഇനി എന്ത് ചെയ്യും? അവിടുന്ന് യാത്ര വരുത്തി പിരിയുന്നതായ സമയത്ത് അവിടുന്ന് പ്രത്യേകം പറഞ്ഞതാണ്, പൊയ്ക്കോളൂ കേട്ടോ, ഭവനത്തിലോട്ട് പൊയ്ക്കോളൂ, ഞാനുണ്ടാവും കൂടെ എന്ന്. അവിടുത്തെ തൃപ്പാദത്തിൽ വീണു വണങ്ങി അവിടത്തോട് കരഞ്ഞപേക്ഷിച്ചു, തിരിച്ചയക്കരുതേ. അവിടെ നിർബന്ധപൂർവ്വം അരുളി ചെയ്തു, തിരിച്ചു പോയിക്കോളൂ എന്ന്. അങ്ങനെ നിർബന്ധപൂർവ്വം അവിടുന്ന് കൽപ്പിച്ചയച്ചിരിക്കുകയും ഞാൻ വീണ്ടും ദ്വാരകാപുരിയിലൂടെ തിരിച്ചു ചെന്നു കഴിഞ്ഞാൽ ഒരു അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാവില്ലേ? വഴിതെറ്റിയിട്ട് ഞാൻ വീണ്ടും ദ്വാരകയിൽ എത്തിയെന്നാ തോന്നുന്നത്, എൻ്റെ ഭവനത്തിലോട്ട് എത്തിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് വിഷാദമഗ്നായി കണ്ണീര് വാർത്തങ്ങ് നോക്കുന്നതായ സമയത്ത് പതിമാഗതമാകർണ്യ പത്നുദർശാദി സംഭ്രമാം, തൻ്റെ ഭർത്താവ് എത്തിച്ചേർന്നു എന്നുള്ളതായ സന്തോഷ വർത്തമാനത്തെ അറിഞ്ഞതായ ധർമ്മപത്നി അതെങ്ങനെ രൂപിണി ശ്രീരവാലയാത് സാക്ഷാൽ ലക്ഷ്മിദേവി സ്വരൂപം കൊണ്ട് വന്നതാണോ എന്ന് തോന്നുമാറുള്ള രൂപലാവണ്യത്തോടു കൂടിയിരിക്കുന്നതായ തന്റെ ധർമ്മപത്നി ഭവനത്തിൽ നിന്നങ്ങ് ഇറങ്ങി വരുന്നതായ കാഴ്ച കാണുകയാണ്. ഇത്രയും നാൾ ക്ഷുക്ഷാമ എന്ന് വിളിക്കപ്പെട്ടതായ ധർമ്മപത്നി വിശപ്പ് കൊണ്ട് മെലിഞ്ഞവൾ എന്ന് വിളിക്കപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ പ്രത്യക്ഷ പ്രകട പ്രഭാവമായി കാണികളെല്ലാം കരുതിയിരുന്നതായ ആ ധർമ്മപത്നിയും ഇന്ന് ലക്ഷ്മി ദേവിയെ പോലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ കാഴ്ചയും കാണുകയാണ്. പതിം ദൃഷ്ട പ്രേമോത്കണ്ഠാശ്രുലോചന, പരിവ്രതാരത്നമായിരിക്കുന്നതായ ധർമ്മപത്നി ഭർത്താവിനെ കണ്ട് പ്രേമപാരവശത്താൽ ആനന്ദാശുക്കൾ ഒഴുക്കി. എന്താ ദാരിദ്ര്യ ദുഃഖം സഹിക്കു വയ്യാതെ മഹാപ്രഭുവിനെ ഒന്ന് ദർശിച്ചൂടെ? സ്മരത പാദകമലം ആത്മാനമവിയച്ചതി. 100,000 നാഴിക ദൂരത്തിരുന്ന് മനസ്സുകൊണ്ടൊന്ന് സ്മരിച്ചാൽ തന്നെ അനുഗ്രഹിക്കുന്നതായ കരുണാമൂർത്തിയാണ് നമ്മളുടെ തമ്പുരാൻ. ആ മഹാപ്രഭുവിനെ ചെന്നൊന്ന് ദർശിക്കണേ, നമ്മളുടെ ദാരിദ്ര്യ ദുഃഖം തീർത്തു വരുമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് അപേക്ഷിച്ചു. ആ മഹാപ്രഭു ചെന്ന് ദർശിച്ച മാത്രയിൽ തന്നെ ഇന്നിതാ ജന്മജന്മാന്തരങ്ങൾ അനുഭവിച്ചാലും തീരാത്തത്ര ഐശ്വര്യമാണ് അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു കാരുണ്യം വേറെ ആർക്കുണ്ട്? ആ മഹാപ്രഭുവിനെ ദർശിക്കാൻ ഇങ്ങോട്ട് സാധിച്ചില്ലേ? അവിടെ ദുഃഖങ്ങളെല്ലാം ദാരിദ്ര്യമെല്ലാം അവിടെ തീർത്തു തന്നില്ലേ എന്നുള്ളതായ ആനന്ദാതിരേകത്താൽ
മീനദാക്ഷരമൽ ബുദ്ധ്യാ മനസാ പുരുഷസ്വജേ. ഭർത്തൃപാദങ്ങളിൽ അങ്ങ് നമസ്കരിക്കുകയാണ്. ഭഗവാനെ നേരിട്ട് എന്ന് ദർശിക്കണം, പക്ഷേ ദർശിക്കാനുള്ളതായ അവസരം ഉണ്ടായില്ല. ഭഗവാനെ ദർശിച്ചു വരുന്നതായ തൻ്റെ ഭർത്താവിനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ദർശിച്ച ഫലമായി എന്ന ഭാവത്താൽ അങ്ങ് നമസ്കരിക്കുകയാണ്. ഭഗവാനെ ദർശിക്കാൻ നിൽക്കുന്നതായ ഭക്തന്മാരെ ദർശിച്ചാൽ തന്നെ ഭഗവത് ദർശന സായുജ്യമാണ് എന്ന് പറയും. വേദാന്തദേശിനി എന്നതായൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേദരക്ഷാ സ്തോത്രത്തിൽ പറയും, ഭഗവത് ദർശനത്തിന് നിൽക്കുന്നതായ ഭക്തന്മാരെ തൊട്ടുകഴിഞ്ഞാൽ കുളിക്കണം എന്ന് പറയുന്നതായ ആൾക്കാര് പ്രായശ്ചിത്തം ചെയ്യണമെന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് ദർശനത്തിന് നിൽക്കുന്നതായ ഭക്തന്മാരെ ദർശിക്കുന്നതിന് പുണ്യമാണ്, അവർക്കൊരിക്കലും അശുദ്ധിയില്ല. സുഹൃതി ജനതൃശാം കോടാനുകോടി ജന്മങ്ങളിൽ സുഹൃതം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കൂ. അത്രയും ഭാഗ്യം ചെയ്തിരിക്കുന്നതായ ഭക്തന്മാരെ അവിടുത്തെ തിരുസന്നിധിയിൽ അങ്ങ് എത്തിച്ചേരുള്ളൂ. ആ ഭക്തന്മാർക്ക് ഒരിക്കലും അശുദ്ധിയില്ല, പവിത്രമില്ല. ഭക്തന്മാരെ ദർശിക്കുന്നത് ഭഗവാനെ ദർശിക്കുന്നത് പോലെയാണ്. ഭഗവാനെ ദർശിച്ചു വരുന്നതായ തന്റെ ഭർത്താവിനെ നമസ്കരിച്ച് സാക്ഷാൽ ഭഗവാനായി കണ്ടങ്ങ് നമസ്കരിക്കുകയാണ് ധർമ്മപത്നി. ധർമ്മപത്നി ആവട്ടെ മംഗളവാദ്യങ്ങളോടുകൂടി ആചാരോപചാരങ്ങളോടുകൂടി അകത്തോട്ടൊക്കെ സ്വീകരിച്ച് ആനയിക്കുകയാണ്. അകത്തോട്ടൊക്കെ ചെന്നതായ സമയത്ത് അവിടെ കണ്ടതായ കാഴ്ച എന്താ? ഇത്രയും നാൾ ദാരിദ്ര്യത്തിന് നെല്ലിപ്പടി കണ്ട് ഇങ്ങ് നോക്കിയാലും പരാതിയും പരിഭവമായി കഴിഞ്ഞിരുന്നതായ തന്റെ ഭവനത്തില് ഇന്നത്തെ അവസ്ഥ എന്താ? പയഫേന നിവാശയ്യാധാരുക്മപരിച്ഛദാഹം പര്യങ്കാഹേമദണ്ഡാനി ചാമരവ്യജനാനിജം ആസനാനി ഹൈമാനി മൃദൂപസ്തരണാനിജം മുക്താദാമ വിളംബീനി വിധാനാനി ധ്യമന്തിജം സ്വച്ഛസ്ഫടികകുഡ്ഡേഷു മഹാമാരകരേഷു ജം രത്നദീപാൻ വിരാജമാനാൻ ലലനാരത്ന സംയുതാൻ വിലോക്യ ബ്രാഹ്മണസ്തത്ര സമൃദ്ധി സർവസമ്പദാം. നല്ല പാൽപ്പത പോലെയുള്ളതായ മെത്തകള്, ആനക്കൊമ്പുകളെ കൊണ്ടുള്ളതായ കട്ടിലുകള്, സ്വർണ്ണ നിർമ്മിതങ്ങളായിരിക്കുന്ന ഉപകരണങ്ങള്, സ്വർണ്ണ പിടികളോടുകൂടിയിരിക്കുന്നതായ വെഞ്ചാമരങ്ങള്, നല്ല മൃദുലമായിരിക്കുന്ന വിരികളോടുകൂടിയിരിക്കുന്ന സ്വർണ്ണ സിംഹാസനങ്ങള്, മുത്തുമാലകൾ തൂങ്ങിക്കിടക്കുന്ന പ്രകാശബഹുലങ്ങളായിരിക്കുന്നതായ വിധാനങ്ങള്, നല്ല സ്ഫടികം കൊണ്ട് നല്ല മഞ്ഞക്കട്ട പോലെ ശോഭിക്കുന്നതായ സ്ഫടികങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ മരതക കല്ലുകളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ നല്ല പ്രതിമകള്, കരിങ്കലിൽ കവിത വിരിയിക്കുന്ന കമനീയമായ കൊത്തുപണികളോടുകൂടിയിരിക്കുന്നതായ രത്നമായ ദീപങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന സർവസമ്പത്തുകളുടെയും അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവി കളിപ്പന്തിലിട്ട് കളിയാടുന്നതായ തന്റെ ഭവനത്തെ അങ്ങ് ദർശിക്കുകയാണ്. തർക്കയാമാസ നിർവഗ്ര സ്വസമൃദ്ധിം അഹൈരികീം. ഒരിക്കലും അനുഭവിച്ചാൽ തീരാത്തത്ര ഐശ്വര്യം കൺമുന്നിൽ കുമിഞ്ഞുകൂടി കളിയാടുന്നത് കണ്ടതായ സമയത്ത് ഈ ശ്രീധാമാവിന് സ്വല്പം പോലും സംശയിക്കാനുണ്ടായില്ല. ന്യൂനം പതേരൻ മമ ദുർഭഗസ്യ ശശ്വൽ ദരിദ്രസ്യ സമൃദ്ധി ഹേതു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ കണ്ണീര് കുടിച്ചു കഴിഞ്ഞതായ നിത്യദരിദ്രനായി ഉള്ളവന് ഇത്രയും വലിയൊരു ഐശ്വര്യം ഇവിടെ ഉണ്ടാവണമെങ്കിൽ അതിനെന്താ ഒരു കാരണം? സംശയിക്കാനില്ല. ആ മഹാപ്രഭുവിന്റെ മഹാവിഭൂതേരവലോകധോന്യോ നൈവോപപദ്യേതൂത്തമസ്യ യദുകുലാലങ്കാര ബോധനായിരിക്കുന്ന മഹാപ്രഭുവിന്റെ കാരുണ്യത്തിന്റെ ഒരു കണിക ഈ ഉള്ളവനിൽ വർഷിച്ചത് തന്നെയാണ് ഈ ഐശ്വര്യങ്ങൾ ഉണ്ടാവാനൊരു കാരണം. ഒരിക്കലും അനുഭവിച്ചാൽ തീരാത്തത്ര ഐശ്വര്യം അവിടെ നിന്ന് കൊണ്ടു തന്നു. ഒരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞുവോ? എന്തിനു വേണ്ടിയാ ധർമ്മപത്നി അങ്ങ് മഹാപ്രഭുവിനെ ദർശിക്കാനെ കൊണ്ട് അയച്ചത്? ദാരിദ്ര്യം തീർത്തു തരാനെ കൊണ്ട്, ദാരിദ്ര്യം സഹിക്കവയ്യാതെ അങ്ങ് പറഞ്ഞയച്ചത്. അവിടുന്ന് ഈ ജന്മത്തിലെ ദാരിദ്ര്യം ജന്മജന്മാന്തരങ്ങളിലെ ദാരിദ്ര്യം അങ്ങ് തീർത്തു തന്നു. ഒരു വാക്ക് അവിടെ നിന്ന് അടി ചെയ്തോ? ശ്രീധാമാവേ എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, തിരിച്ചു എന്നോളൂ എന്ന് അവിടെ അരളി ചെയ്തോ? ഒരു വാക്ക് അവിടെ നിന്ന് അരടിയില്ല. എന്തായിരിക്കും കാരണം? പർജന്യവത്തൽ സമീക്ഷമാണ. ഈ കാർമേഘങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്നതായ കർഷകരുടെ പാടങ്ങളിൽ ചെന്ന് ഈ കാർമേഘങ്ങൾ രാത്രിയൊക്കെ അങ്ങ് മഴ പെയ്യും. കുറച്ച് മഴ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നതായ ആ കർഷകർക്ക് അവര് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മഴയും വെള്ളം അങ്ങ് കൊടുത്ത് അവരെ അങ്ങ് അനുഗ്രഹിക്കും. അതുപോലെ തന്റെ ഭക്തൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായ കരുണാമൂർത്തിയല്ലേ മഹാപ്രഭു. അത് മാത്രമല്ല, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ പറയത്തക്കതായിട്ട് വല്ലതും ഉണ്ടെങ്കിലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. തന്റെ ഭക്തന് കൊടുത്തതൊന്നും പോരാ എന്നുള്ളതായ കാരുണ്യാതിരേകം കൊണ്ടാണോ അവിടുന്ന് ഒരു വാക്ക് ഉരിയാടാതിരുന്നത്? അഥവാ ഇനി ഇത്രയും ഐശ്വര്യം എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു പോവില്ല, എനിക്ക് ഐശ്വര്യ സമൃദ്ധമായിരിക്കുന്നതായ ഭവനമൊന്നും വേണ്ട, ഈ ദ്വാരകയിൽ ഭിക്ഷ എടുത്തിട്ടായാലും ഞാൻ അവിടുത്തെ ശ്രീപാദങ്ങളെ ആശ്രയിച്ചു കൊള്ളാം
ഈ ബുദ്ധി മാറാതെ ഇരിക്കുവോളം നിൻ ഭക്തിയല്ലാതൊരു സാധനം ഞാൻ മോഹിക്കയല്ലെന്നുടെ ജീവകാലം കൃഷ്ണന്റെ തൃക്കാലടിയാണു സത്യം. അവിടുത്തെ തൃപ്പാറകളിലുള്ളതായ ഭക്തിയല്ലാതെ വേറൊന്നും ഞാൻ സ്വീകരിക്കില്ല പ്രഭോ, സത്യമാണ് എന്ന് പറഞ്ഞ് ശ്രീരാമാവ് തിരിച്ചു വരാതിരുന്നാലോ എന്ന കാരുണ്യാതിരേകത്താലാണോ അവിടുന്ന് ഒരു വാക്ക് ഉരിയാടാതിരുന്നത്. എന്ന് മാത്രമല്ല, ഈ ഉള്ളവൻ കൊണ്ടുപോയതായ ആ അവിലിനെ എന്തൊരു പ്രീതിയോടുകൂടിയിട്ടാണ് അവിടുന്ന് സ്വീകരിച്ചത്. മയോപനീതാം പൃഥുകൈക മുഷ്ടിയും പ്രത്യഗ്രഹീൽ പ്രീതിയുതോ മഹാത്മാ. ലക്ഷ്മി വല്ലവരായ മഹാപ്രഭു യാചിച്ചു കിട്ടിയതായ കല്ലും നെല്ലും നിറഞ്ഞതായ അവിലിനെ പരമപ്രീതിയോടുകൂടിയിട്ട് അങ്ങ് സ്വീകരിച്ചു. ഇന്നേവരെ അവര് കഴിക്കാത്ത ഭാവത്തിലാ അവിടുന്ന് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നുക. അത്രയും ആനന്ദത്തോടുകൂടിയിട്ടാ അവിടുന്ന് അവലങ്ങ് സ്വീകരിച്ചത്. അവിടുത്തെ കാരുണ്യത്തെ എത്ര നമസ്കരിച്ചാലാ മതിയാവുക. എന്താ ശ്രീധാമാവേ, തന്നതെല്ലാം പോരെ, തൃപ്തിയായില്ലേ, സന്തോഷമായില്ലേ എന്നാണെങ്കിൽ പ്രഭോ, ഈ ഉള്ളവൻ ഇതൊന്നിനും വേണ്ടിയിട്ടല്ല അവിടുത്തെ ആശ്രയിച്ചിരിക്കുന്നത്. എന്നും അവിടുത്തെ തൃപ്പാറങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളവർ പ്രാർത്ഥിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീധാമാവ് പടിഞ്ഞാറോട്ട് നോക്കി ദ്വാരയെ നോക്കി നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. തസ്സൈവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മന് സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്ഥൽ പുരുഷ പ്രസംഗ. ഈ പണത്തിന് വേണ്ടിയോ പ്രതാപത്തിന് വേണ്ടിയോ സ്ഥാനമാനാദികൾക്ക് വേണ്ടിയോ ഉള്ളവൻ ഒരിക്കലും അവിടുത്തെ ആശ്രയിച്ചിട്ടില്ല പ്രഭോ. ദാരിദ്ര്യ ദുഃഖം കൊണ്ട് പൊറുതിമുട്ടി കഴിയുന്നതായ വേളയിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുവറ്റ അന്നം കൊടുക്കാൻ വഴിയില്ലാതെ ക്ലേശിക്കുന്നതായ സമയത്തും ഉള്ളവർ ഒരിക്കലും ദാരിദ്ര്യത്തെ തീർത്ത് തരയണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരയണമേ പ്രഭോ എന്ന് പ്രാർത്ഥിച്ചില്ല. യദ്യൽ ഭവ്യം ഭവതു ഭഗവൻ പൂർവ്വകർമാനുരൂപം. ഉള്ളവന്റെ പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ച് എന്താണോ വിരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വന്നുകൊള്ളട്ടെ പ്രഭോ. ഉള്ളവന് ഏതൽ പ്രാർത്ഥ്യം ഒന്ന് മാത്രമേ എന്നും പ്രാർത്ഥിക്കാനേ കൊണ്ടുള്ളൂ. ഈ ജന്മത്തിൽ അരുളിയതായ മഹാഭാഗ്യം ദാസ്യം പുനർജന്മനി ജന്മന് സ്യാൽ. ജന്മജന്മാന്തരങ്ങളിലും ഈ ശ്രീകൃഷ്ണപാദങ്ങളെ ആശ്രയിച്ചു കഴിയാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ പ്രഭോ. മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജലസ്ഥൽ പുരുഷ പ്രസംഗ. എന്നും അവിടുത്തെ ആശ്രയിച്ചു കഴിയുന്നതായ പരമഭാഗവതന്മാരുമായിട്ട് സംഘം ഭവിക്കാനെ കൊണ്ട് ഇടയാവേണമേ പ്രഭോ. അവിടുത്തെ ഭക്തന്മാരുമായിട്ടുള്ള സംഘം കൊണ്ടല്ലേ ഭക്തി ഉള്ളിൽ വർദ്ധിക്കാൻ ഇടയായി തീരുക. ഒരു പ്രകാരത്തിലും അവിടുത്തെ മറന്നുകൊണ്ടുള്ളതായ ഒരു ജന്മം ഭവിക്കാൻ ഇടയാവരുത്. അവിടുത്തെ ഭക്തന്മാരോടൊപ്പം ചേർന്ന് തിരുനാമം കീർത്തിച്ചും കഥകളെ കേട്ടും ആനന്ദപരവശരായിക്കൊണ്ട് ജന്മം സഫലമാക്കാനായിക്കൊണ്ട് സാധിക്കണം. ഗായന്ത ആനന്ദ സമുദ്രഭഗ്നാഹ. പരമഭാഗവതന്മാരായിരിക്കുന്ന ആൾക്കാരെ ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ട് അവിടുത്തെ ദിവ്യലീലകളെ അനുസ്മരിച്ചു കഴിയുന്നതായ ദിവ്യരംഗത്തിൽ എത്തിച്ചേരാൻ, അവിടുത്തെ കഥകളെ കേൾക്കാൻ, തിരുനാമം കീർത്തിക്കാൻ അവിടുന്ന് കഴിയണം പ്രഭോ. അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. വേറെ എന്തും ഈ ലോകത്തിൽ അവനവന്റെ കഴിവുകൊണ്ട് കേമത്തം കൊണ്ട് നേടാനേ കൊണ്ട് സാധിക്കും. എല്ലാറ്റിലും ഉപരിയായിട്ട് അവിടുത്തെ ശ്രീപാദപൽപ്പങ്ങളെ ആശ്രയിക്കാനേയും കൊണ്ട് ആശ്രയിക്കാനേ കൊണ്ട് സാധിക്കണമെങ്കിൽ നൃണാം ജന്മസഹസ്രേണ കൃഷ്ണോ ഭക്തിർഹിയായത്. ആയിരക്കണക്കിന് ജന്മങ്ങളിലെ സുഹൃതം കൊണ്ടാണ് ഒരാൾക്ക് സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ഉണ്ടാവുക. അടിയങ്ങളുടെ കഴിവുകൊണ്ടത് നേടാൻ സാധ്യമല്ല. അവിടുന്ന് കനിയണം. അവിടുത്തെ തൃപ്പാദങ്ങളിൽ അടിയുറച്ചതായ ഭക്തി ഉണ്ടാവാൻ അവിടുന്ന് കനിയണം പ്രഭോ. ജന്മജന്മാന്തരങ്ങളിലും ആ ശ്രീപാദദാസൻ നൽകി അനുഗ്രഹിക്കണമേ പ്രഭോ എന്ന് പ്രാർത്ഥിച്ച് ശ്രീധാമാവ് ദ്വാരയെ നോക്കി പടിഞ്ഞാറോട് നോക്കി നമസ്കരിക്കുകയാണ്. തസ്സൈവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മന് സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജരസ്ഥൽ പുരുഷ പ്രസംഗ. വീണ്ടും വീണ്ടും അവിടുത്തെ കാരുണ്യാതിരയത്തെ ഓർത്തങ്ങ് വീണ് വണങ്ങുകയാണ്. അവിടുന്ന് അനുഗ്രഹിച്ചു കൊടുത്തതായ ആ സമ്പത്ത് മുഴുവൻ അവിടുത്തെ വരപ്രസാദമായി കരുതി അങ്ങ് അനുഭവിച്ച് ഈ ലോകത്തിൽ നമ്മൾക്ക് എന്തെല്ലാം സ്ഥാനമാനാദികളും സമ്പത്തും എല്ലാം നേടാനായിക്കൊണ്ട് ഇടയായിട്ടുണ്ടോ അതെല്ലാം കണ്ണന്റെ കാരുണ്യമാണ് എന്ന് കണ്ടറിഞ്ഞ് കാലം കഴിച്ചു കൂട്ടുന്നതായ ആൾക്കാർക്ക് ഒരിക്കലും ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവാൻ ഇടയായിത്തീരില്ല. ആനന്ദമഗ്നരായി അവിടുത്തെ ശ്രീപാദ സേവയിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് പ്രാരബ്ധഗർഭം തീരുവോളം ശ്രീധാമാവ് കാലം കഴിച്ചുകൂട്ടി. പ്രാരബ്ധം തീർന്നതായ വേളയിൽ ശരീരം ഉപേക്ഷിച്ച് പരമകേവലത്തെ അങ്ങ് പ്രാപിക്കാനിടയായി തീർന്നു. ആരാണോ ശ്രീധാമാവനെ ഭഗവാൻ അനുഗ്രഹിച്ചതായ ഈ ദിവ്യലീലയെ അങ്ങ് സ്മരിക്കുന്നത്, കീർത്തിക്കുന്നത്,
അവർക്ക് ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാൽ വിമുച്യതേ, എല്ലാ കർമ്മബന്ധത്തിൽ നിന്നും മോചനം നേടാനേ കൊണ്ട് സാധിക്കും. ജനന മരണ പ്രവാഹ രൂപമായിരിക്കുന്ന ഈ സംസാര സാഗരത്തിൽ നിന്നും എന്നേക്കുമായിട്ടുള്ളതായി മോചനത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന ഫലശ്രുതിയോടുകൂടിയിട്ടാണ് ഈ ശ്രീധാമചരിതത്തെ അങ്ങ് അർപ്പിക്കുന്നത്. ഏതൊരു കഥകളും ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ പുരാണങ്ങളിലും അതെ, പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ അരുളിയിരിക്കുന്നതായ കഥകളെല്ലാം തന്നെ കഥയുള്ള കഥകളാണ്. ആ കഥയിൽ അന്തർലീനമായിരിക്കുന്നതായി തത്വമെന്ത് എന്ന് ഉൾക്കൊള്ളണമെങ്കിൽ അതിന്റെ ഫലശ്രുതിയെ ശ്രദ്ധിച്ചാൽ മതി. അതിൽ നിന്നും നമ്മൾക്കത് മനസ്സിലാക്കാനേ കൊണ്ട് സാധിക്കും, അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാനേ കൊണ്ട് സാധിക്കും എന്ന് പറയും. ഇവിടെ എന്താ കുചേലവാക്യാനം കേട്ട് കഴിഞ്ഞാൽ എല്ലാ കർമ്മബന്ധത്തിൽ നിന്നും മോചിതനായി തീരുമെന്നാ പറയുന്നത്. നമ്മൾ കുചേലവാക്യം വായിക്കുന്ന സമയത്ത് ഭഗവാന് അവിൽ സമർപ്പിക്കും. അവിലിന് വേദ്യം ഇപ്പം നമ്മൾ 20-ാം തീയതി അങ്ങ് ആഘോഷിച്ചല്ലോ വളരെ വിശേഷമായിട്ട്. നമ്മൾ അവിൽക്കിഴി കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്താ? ആ കുചേലനെ അനുഗ്രഹിച്ച പോലെ എന്നെ ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ തിരിച്ചു പോകുമ്പോഴേക്കും എന്റെ വീടും മാറി കാണണം, കൊട്ടാരം പോലെ ആയിത്തീർന്നെങ്കിൽ ഇല്ലേ, ദാരിദ്ര്യ നിർമാർജനത്തിനായി കൊതിച്ചിട്ടാണ്, ഇല്ലെങ്കിൽ ഐശ്വര്യത്തെ മോഹിച്ചിട്ടാണ് ഈ അവിൽക്കിഴിയിലങ്ങ് സമർപ്പിക്കുന്നത്. കുചേലനെ അനുഗ്രഹിച്ച പോലെ ഭഗവാൻ നമ്മയും അനുഗ്രഹിക്കില്ലേ? അനുഗ്രഹിക്കും. അപേക്ഷിച്ചാൽ ഉപേക്ഷ വരുത്താത്തതായി കരുണാമൂർത്തിയാണ്, അവിടുന്ന് തീർച്ചയായും അനുഗ്രഹിക്കും. പക്ഷേ അങ്ങനെ കുചേലനെ അനുഗ്രഹിച്ച പോലെ അനുഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? കുചേലൻ അർപ്പിച്ചതായ അവില് നമ്മൾക്കും അർപ്പിക്കാൻ സാധിക്കണം. എന്താ കുചേലൻ അർപ്പിച്ചതായ അവിലിന്റെ പ്രത്യേകത എന്നാണെങ്കിൽ, ഈ അവിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്? നെല്ലെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ അത് ചൂടാക്കി ഇടിച്ച് പരത്തി അതിനുശേഷം അത് അവിലായി മാറുന്നത്. വെള്ളത്തിലിട്ടതായ നെല്ല് വയലിൽ കൊണ്ടേ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുളയ്ക്കും. പക്ഷെ അവില് വയലിൽ കൊണ്ടേ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുളയ്ക്കില്ല. അതുപോലെ കർമ്മവാസനകളാകുന്നതായ ഈ നെല്ലിനെ ഭക്തിയിൽ കുതിർത്ത് ജ്ഞാനാഗ്നിയാൽ ചൂടാക്കി വിരക്തി കൊണ്ട് വൈരാഗ്യം കൊണ്ട് ഇടിച്ച് പരത്തി വീണ്ടും മുളയ്ക്കാത്ത രീതിയിൽ അങ്ങ് ആക്കി തീർക്കണം. കർമ്മവാസനകളുടെ പ്രതീകമാണ് അവില് എന്ന് പറയും. നമ്മൾക്ക് ഒരാളെ സമ്പന്നനും ദരിദ്രനും ഒക്കെ ആക്കി തീർക്കുന്നത് അവരുടെ പ്രാരബ്ധ കർമ്മവാസനകളാണല്ലോ. ഈ കർമ്മവാസനകളെ വീണ്ടും നമ്മൾക്ക് മുളയ്ക്കാതായി തീരണമെങ്കിൽ, ഈ സംസാരത്തിലോട്ട് നമ്മെ കൊണ്ടുവരാൻ ഇടയാക്കരുതെങ്കിൽ എന്ത് വേണം? വറുത്ത വിത്ത് പോലെ ആയിത്തീരണം. ഭക്തിയിൽ കുതിർക്കണം, ജ്ഞാനത്താൽ ചൂടാക്കണം, വിരക്തഭാവത്താൽ ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ പാഠം പഠിച്ച് ഇടിച്ച് പരത്തി വീണ്ടും മുളയ്ക്കാത്ത രീതിയിൽ അങ്ങ് ആക്കി തീർക്കണം. അങ്ങനെ കർമ്മവാസനകളാകുന്ന അവിലാണ് ഭഗവാൻ അർപ്പിക്കുന്നതെങ്കിൽ അത് ഭഗവാന് പരമപ്രീതിയെ കൊടുക്കുന്നതാണ് എന്ന് പറയാം. പിന്നെ ഈ ശ്രീധാമചരിതത്തിലൂടെ ഭഗവാൻ പഠിപ്പിക്കുന്നതായ മറ്റ് പാഠങ്ങള്, ഭഗവാനും ശ്രീധാമാവും തമ്മിലുള്ളതായ ബന്ധം എവിടെ നിന്ന് തുടങ്ങി? ഗുരുകുലത്തുനിന്ന് തുടങ്ങി അല്ലേ? കുചേലൻ എന്നതായ നാമത്തെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല അല്ലേ? ശ്രീധാമാവെന്ന കുചേലൻ എന്ന് വിളിക്കുന്ന പോലും ഭഗവാൻ ഇഷ്ടമല്ല അത്രേ. കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചവരെയും തന്നെ ഭക്തനെ വിളിക്കുന്നത്. ഇന്ന് പലരും സുധാമാചരിതം എന്നൊക്കെ പറയും. സുധാമാചരിതമല്ല, ശ്രീധാമാവാണ്. സുധാമാവ് മാലകെട്ടുകാരനാണ് മധുരാപുരിയില്. ഇത് ശ്രീധാമാവാണ്. ശ്രീധാമാവും ഭഗവാനും തമ്മിലുള്ളതായി ബന്ധം എവിടെ തുടങ്ങി? ഗുരുകുലത്ത് തുടങ്ങി. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു. ദാരിദ്ര്യത്തെ തെല്ലിപ്പിടി കണ്ടു കഴിയുന്നതായ അവസ്ഥയിലായി ശ്രീധാമാവ്. ഭഗവാനാവട്ടെ ദ്വാരയിലെ മണിമാളികയിൽ രാജാതിരാജനായി ദേവാദിദേവനായി കഴിഞ്ഞു. ആ കഴിയുന്നതായ അവസ്ഥയിൽ പോലും തന്റെ സതീർത്ഥനെ ഒരിക്കലും മറന്നില്ല പ്രഭു എന്ന് കാണിക്കാണ്. എന്താ അതിലൂടെ പഠിപ്പിക്കുന്നത്? സതീർത്ഥ സ്നേഹം സ്ഥാനത്തിലും അസ്ഥാനത്തായില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം ശരീരം ഉപേക്ഷിച്ചു പോവും. നമ്മൾക്ക് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്നതായ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് സ്ഥാനമാനങ്ങൾ അതിർവരമ്പ് കൽപ്പിക്കാൻ ഇടയാവരുത്. ഏത് ഉന്നത സ്ഥാനത്തിൽ എത്തിയാലും സ്നേഹം അസ്ഥാനത്തായി പോവരുത് എന്നുള്ളതായി തത്വത്തെ അങ്ങ് കാണിക്കുക. ബ്രാഹ്മണ പത്നിക്ക്, ആ ക്ഷുൽക്ഷാമയ്ക്ക്, ശ്രീധാമാവിന്റെ ധർമ്മപത്നിക്ക് ബ്രാഹ്മണൻ കൊടുത്തതായ അവില്, കല്ലും നെല്ലും നിറഞ്ഞതായ അവില് ആരുടെ കരങ്ങളിൽ എത്തിച്ചേർന്നു? ഭഗവത് കരങ്ങളിൽ അങ്ങ് എത്തിച്ചേർന്നു. എന്തുകൊണ്ട് കുചേലൻ കല്ലും നെല്ലും നിറഞ്ഞതായ അവില് കൊണ്ടുപോയി കൊടുത്തു? അതാണ് ഭിക്ഷയെടുത്ത് കിട്ടിയത്. ഈ ബ്രാഹ്മണൻ നല്ല അവില് കൊടുത്തിരുന്നുവെങ്കിൽ ഭഗവാന്റെ കരങ്ങളിൽ നല്ല അവില് എത്തിച്ചേർന്നേനെ. നമ്മൾ ആർക്ക് എന്ത് ഭിക്ഷ കൊടുത്താലും അത് അവസാനം ആരുടെ കയ്യിൽ എത്തിച്ചേരും? ഭഗവാന്റെ കയ്യിൽ എത്തിച്ചേരും. അപ്പൊ ആർക്ക് ഭിക്ഷ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തേ കൊടുക്കാവൂ? നല്ലതേ കൊടുക്കാവൂ. ഇനിയെങ്കിലും ഓർത്തോളൂ അല്ലേ? ആർക്കും വേണ്ടാത്തത്, നമുക്ക് ഉപകാരമില്ലാത്തതാണെങ്കിൽ അവസാനം ആർക്കെങ്കിലും ദാനം ചെയ്യുക.
എന്നുള്ളതായ മനോഭാവം ഒരിക്കലും അരുത്. ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും നല്ലത് മാത്രമേ കൊടുക്കാവൂ. ചില ആൾക്കാരുണ്ടല്ലോ പഴയ വസ്ത്രമൊക്കെ ദാനം ചെയ്യും. വസ്ത്രദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വസ്ത്രം കൊണ്ടേ ദാനം ചെയ്യും. പഴയ വസ്ത്രമല്ല, പുതുവസ്ത്രമേ ദാനം ചെയ്യാവൂ. നമുക്ക് വേണ്ടാത്തത് പറ്റാത്തത് വേറൊരാൾക്ക് എന്ന ഭാവം ഉണ്ടാവരുത് എന്ന. കാരണം കൊടുക്കുന്നത് ഭഗവാനാണ്, എത്തിച്ചേരുന്നത് ഭഗവാന്റെ തൃക്കരത്തിലാണ് എന്ന തത്വം എന്നും ഉള്ളിൽ ഓർമ്മയുണ്ടാവണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ വിശപ്പ് കൊണ്ട് മെലിഞ്ഞവൾ എന്ന് വിളിക്കപ്പെട്ടതായ ആ ധർമ്മപത്നി രൂപിണീ ശ്രീരവാലയ രണ്ടാമതൊരു ലക്ഷ്മി ദേവിയെ പോലെ അങ്ങ് ആയിത്തീർന്നു. എന്താ കാര്യം? ഒരു ധർമ്മപത്നിയെ സംബന്ധിച്ചിടത്തോളം ആ ധർമ്മപത്നിയുടെ പാതിവൃത്യം കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയായി തീരാനെക്കൊണ്ട് സാധിക്കും. സ്വന്തം ഭർത്താവിനെ ഈശ്വരബുദ്ധ്യാ ശുശ്രൂഷിക്കുന്നതായ ശ്രീരാമാവിന്റെ ധർമ്മപത്നിയെ എങ്ങനെയാ വിളിച്ചത്? നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി ബ്രഹ്മസ്വരൂപിയായുള്ളവേ എന്നാ വിളിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ ഈശ്വരബുദ്ധ്യാ കാണുന്നതായൊരു സ്ത്രീക്ക് ആ ഒരു സംസ്കാരം കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയായി മാറാനെ കൊണ്ട് സാധിക്കും. അതാണ് ഭാരതീയ സംസ്കൃതി എന്ന് കാണിക്കുകയാണ്. ശ്രീരാമാവ് പ്രാരബ്ധത്തിന്റെ നടുവിൽ കഴിയുന്നതായ സമയത്തും ശ്രീരാമാവിന് എത്ര മക്കളുണ്ടായിരുന്നു എന്നാ പറയുന്ന? ഭാഗവത്തിൽ മക്കളെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ളതായ സരസകവിയിലെ മഹാത്മാക്കൾ പറയാറുണ്ട് 27 മക്കളൊക്കെ എന്നൊക്കെ. ഈ 27 മക്കളോടൊപ്പം പ്രാരബ്ധത്തിന് നെല്ലിപ്പടി കണ്ട് കഴിയുന്നതായ സമയത്ത് പോലും ഒരിക്കലും പരാതിയോ പരിഭവമില്ലാതെ പ്രേമഭാവത്തോടുകൂടി ഭഗവാനെ ആശ്രയിച്ചതായ പരമഭാഗവതനാണ് ശ്രീരാമാവ് എന്ന് പറയാം. എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴേക്കും എന്ത് നാമം എന്ത് ഭാഗവതം എന്ന് പറഞ്ഞ് ഈശ്വരീയമായ കാര്യങ്ങളെല്ലാം വിമർശനഗതിയോടുകൂടി വീക്ഷിക്കുന്നതായ കൂട്ടത്തിലായി തീരരുത്. ഏത് വിപരീത സാഹചര്യങ്ങളിലും അടിപതറാതെ മനം തളരാതെ ഭഗവാനെ ആശ്രയിക്കാനും കൂടി സാധിക്കണം. ഊണും കഴിഞ്ഞ് ഫാൻ കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് വേദാന്തം പറയാൻ ആർക്കും പറ്റും. അത് ഉള്ളിൽ ഉറച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? വിപരീത സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഉള്ളിൽ തെളിയുന്നുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഉറച്ചിട്ടുണ്ട് എന്നർത്ഥം. പ്രാരബ്ധത്തിന്റെ പടുകുഴിയിൽ കിടന്ന് കണ്ണീര് കുടിക്കുന്നതായ സമയത്തും ഒരിക്കലും ഭഗവാനെ മറക്കാതെ കഴിഞ്ഞതായ പരമഭാഗവതനാണ് ശ്രീരാമാവ്. പദാർത്ഥാഭാവനി എന്ന യോഗഭൂമിയെ വിസ്തരിക്കുന്നതായ വേളയിൽ ഈ ലോകപദാർത്ഥങ്ങളുടെ സ്മരണ സ്വല്പം പോലും ഇല്ലാതെ കൺമുന്നിൽ കാണുന്നതായി കണ്ടും കേട്ടും അനുഭവിക്കുന്നതായ വിഷയങ്ങളിൽ സ്വല്പം പോലും താല്പര്യമില്ലാതെ എന്നും ഭഗവതൈക ശരണാഗതനായിക്കൊണ്ട് പ്രേമഭാവത്തോടു കൂടിയിട്ട് എങ്ങനെ ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കും? പ്രത്യക്ഷത്തിലൊരു ഉദാഹരണത്തെ കാണിച്ചു തരികയാണ്. ഒരു യോഗിയുടെയോ സിദ്ധന്റെയോ പരമവംസന്റെയോ കഥയൊക്കെയാണ് പറഞ്ഞതെങ്കിൽ സാധാരണ മനുഷ്യൻ എന്ത് പറയും? നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, അതൊക്കെ വലിയ യോഗീശ്വരന്മാർക്കുള്ള മാർഗമാണ്, നമ്മൾക്കൊന്നും പറ്റില്ല എന്ന് പറയും. ഇത് സാധാരണ ഒരു ഗൃഹസ്ഥന്റെ കഥയായിട്ട് അങ്ങ് അവതരിപ്പിച്ചിരിക്കുക. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അവന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ഇവിടെ വെച്ച് തന്നെ ഏതൊരാൾക്കും അനായാസനെ ഭഗവാനെ പ്രാപിക്കാനും കൊണ്ട് സാധിക്കും. പരമപ്രേമത്തോടുകൂടി ഭഗവാനെ ആശ്രയിക്കാനും കൊണ്ട് സാധിക്കുമെന്ന് കാണിക്കുന്നതായൊരു പ്രകരണമാണ്, ഒരു ദിവ്യലീലയാണ് ഈ പ്രതികോപാഖ്യാനം. ആ ശ്രീരാമാവനെ പോലെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ പരമപ്രേമം നൽകി അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് അർപ്പിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.